നാടിന് അർഹതപ്പെട്ടത് നാടിന് നൽകണ്ടേ? നമ്മൾ ഈ രാജ്യത്തിന് ചേരാത്തവരാണോ? ഈ രാജ്യത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ പറ്റാത്തവരാണോ? ഈ രാജ്യത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നേരത്തെ പറഞ്ഞ നമ്പർ 1 ഇല്ലേ? ലോണെന്ന് പറഞ്ഞാൽ ഉപാധികളോട് കൂടിയുള്ള ലോണാണ്. സാസ്കി എന്ന് പറയുന്ന സെൻട്രൽ അസിസ്റ്റൻറ്റ് ഫോർ സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന വിഭാഗത്തിൽപ്പെടുത്തി കേരളത്തിന് നൽകിയിരിക്കുന്ന ലോണിലും നിബന്ധനകൾ എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ പ്രശ്നം. കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഉറപ്പായിട്ട് ആവശ്യത്തിന് ഞങ്ങൾ പോകും. ആരോടും നമുക്ക് നമ്മുടെ നാട്ടിൽ ജനങ്ങളോടാണ്. 50 വർഷത്തേക്കുള്ള പലിശരഹിത വായ്പയാണ്. ഫലത്തിൽ അതൊരു ഗ്രാന്റ് തന്നെയാണ്. പിന്നെ 50 വർഷം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചടയ്ക്കുന്നതിനെ പറ്റിയിട്ടുള്ള വേവലാതി പിണറായി വിജയനോ ഇവിടുത്തെ UDF ഇപ്പോൾ നടത്തണ്ട. 5 കൊല്ലം കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ഇവിടെ ദേശീയ കക്ഷികൾക്ക് വരും. പുനരധിവാസത്തിൽ ഒരു മര്യാദയും ന്യായവും വേണം. വയനാട് കേരളത്തിന്റെ നോവാണ്. നമ്മുടെ നെഞ്ചിൽ നിന്ന് ഉരുളെടുത്തു കൊണ്ടുപോയ സന്തോഷമാണ്. അത് വീണ്ടെടുക്കേണ്ടതുമാണ്. 2000 കോടിയുടെ പാക്കേജും 500 കോടിയുടെ ഗ്രാന്റും ഒക്കെയാണ് ചോദിച്ചത്. കിട്ടിയത് കടം. 50 വർഷത്തെ കാലാവധി. ശരി, കടമെങ്കിൽ കടം. പക്ഷെ അത് ചെലവഴിക്കണമെങ്കിൽ കയ്യിലൊരു മന്ത്രവടി വേണം. കണ്ണടച്ചു തുറക്കും മുമ്പ് ടൗൺഷിപ്പും പാലങ്ങളും റോഡും ഒക്കെ തീർക്കണം. കഷ്ടിച്ച് 1.5 മാസം. അതിനിടയ്ക്ക് ചെലവഴിച്ച് കണക്കു കാണിക്കണം. വയനാടിനെ പുനർനിർമ്മിക്കാൻ എണ്ണിക്കൊണ്ട് 45 ദിവസം. കേന്ദ്രം കളിയാക്കുകയാണോ? സൂപ്പർ പ്രൈം ടൈമിൽ നമ്മളോടൊപ്പം അതിഥികൾ CPM-ൽ നിന്ന് ശ്രീ VK സരോജ, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് അബിൻ വർക്കി, BJP-യിൽ നിന്ന് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് എന്നിവർ. ശ്രീ കൃഷ്ണദാസ്, മുഖ്യമന്ത്രി ചോദിക്കുന്നത് നാടിന്, ഒരു നിമിഷം ഞാൻ ശ്രീ കൃഷ്ണദാസിലേക്ക് വരാം, ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ VK സരോജ, ഇതിപ്പോ 45 ദിവസത്തിനകം ചെലവഴിച്ചു കണക്കു കാണിക്കണമെന്ന് പറയുന്നതിലൊരു സാവകാശമോ അല്ലെങ്കിൽ ഒരു നീട്ടിച്ചോദിക്കലോ സംസ്ഥാനം ലക്ഷ്യമിടുന്നുണ്ട്. പക്ഷെ എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു ഫണ്ട് നൽകിയിരിക്കുന്നത്? എന്താണ് കേന്ദ്രം അതിൽ കാണുന്നത് എന്നാണ് സംസ്ഥാനം വിചാരിക്കുന്നത്? ഇതൊന്നും ഒരു ആത്മാർത്ഥതയില്ലാത്ത പ്രഖ്യാപനമാണെന്ന് കേൾക്കാമോ? കേൾക്കാം. അല്ല, ഇത് കേന്ദ്രം ഈ തുക പ്രഖ്യാപിച്ചത് അത് കേരളത്തോടുള്ള യാതൊരു ആത്മാർത്ഥതയുടെയും ഭാഗമല്ല. ഇപ്പം 450 കോടി രൂപ പലിശരഹിത വായ്പ എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് എന്തോ വലിയ ഔദാര്യം ചെയ്ത പോലെയാണ് ഇപ്പോൾ അവർ പറഞ്ഞു നടക്കുന്നത്. 450 കോടി രൂപ 1.5 മാസം കൊണ്ട് എങ്ങനെയാണ് ചെലവഴിക്കുക? അപ്പോൾ ഇനി അടുത്ത ചർച്ച എന്തായിരിക്കും? 450 കോടി രൂപ അനുവദിച്ചിട്ടും സംസ്ഥാന ഗവൺമെന്റ് വേണ്ടത്ര വേഗതയിൽ പണി എടുത്തിട്ടില്ല, അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് തിരിച്ചടക്കേണ്ടി വന്നു എന്നായിരിക്കും അടുത്ത അവരുടെ പ്രചരണം. ഇത് തന്നെയാണ് നേരത്തെയും പറഞ്ഞത്. കണക്ക് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കാശിന് ചോദിക്കുമ്പോൾ നേരത്തെ കൊടുത്ത കാശിന്റെ കണക്ക് കൊടുത്തിട്ടില്ല എന്നൊക്കെയുള്ള വലിയ പ്രചരണം നേരത്തെ നടത്തി നമുക്ക് ഓർമ്മയുണ്ട്. യഥാർത്ഥത്തിൽ ജൂലൈ 30 ദുരന്തം നടന്നിട്ട് എത്ര ദിവസമായി ഇന്നത്തേക്ക്? ഇത്രയും ദിവസത്തിനിടയിൽ എന്തെല്ലാം ചർച്ചകൾ ഇവിടെ നടന്നു. ജൂലൈ 30 ദുരന്തം നടന്നിട്ട് ആഗസ്റ്റ് 10 പ്രധാനമന്ത്രി നേരിട്ട് ആ സ്ഥലത്തെത്തുകയാണ്. അങ്ങനെ പ്രധാനമന്ത്രി നേരിട്ട് സ്ഥലത്തെത്തി കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട് ജനങ്ങളെല്ലാം വലിയ നിലയിൽ പ്രതീക്ഷിച്ചു. കേരളം ആകെ പ്രതീക്ഷിച്ചു. കാരണം പ്രധാനമന്ത്രിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ പണം അനുവദിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അടിയന്തര സഹായം കൊടുക്കാൻ പറ്റുമായിരുന്നു, അതും കൊടുത്തിട്ടില്ല. പിന്നീട് പറഞ്ഞു വിശദമായ റിപ്പോർട്ട് തരട്ടെ, അതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ സമർപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വിശദമായ റിപ്പോർട്ട് വീണ്ടും കൊടുക്കുന്നു. ആദ്യഘട്ടം കൊടുത്ത റിപ്പോർട്ട് പോരാ എന്ന് പറയുന്നു. ആഗസ്റ്റ് 17-ാം തീയതി വിശദമായ പ്രപ്പോസൽ കൊടുത്തിരുന്നു. പിന്നീട് പുനർനിർമ്മാണത്തിന്റെ തുക സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് വീണ്ടും കൊടുത്തു. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചുള്ള റിപ്പോർട്ട് വീണ്ടും കൊടുത്തു. പക്ഷേ തുക അനുവദിക്കുന്ന കാര്യത്തിൽ കേരളത്തോട് വലിയ വിവേചനമാണ് കാണിച്ചിട്ടുള്ളത്. ശരി, അതുകൊണ്ട് വലിയ വിമർശനമാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. യോജിച്ചുള്ള പ്രക്ഷോഭത്തിന് വേണമെങ്കിൽ തയ്യാറാണ് എന്നുള്ളതാണ് കോൺഗ്രസും പ്രഖ്യാപിക്കുന്നത്. ശ്രീ കൃഷ്ണദാസ് അങ്ങേക്ക് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ കൃഷ്ണദാസ്, എന്തുകൊണ്ട് കടം? ഇതിപ്പോ നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ കേരളം എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ബജറ്റിൽ തന്നെ ഏട് പ്രഖ്യാപിക്കണമെന്നില്ല എന്നാണ് അന്നൊക്കെ ചർച്ചയിൽ വന്ന BJP നേതാക്കളൊക്കെ പറഞ്ഞത്. ബജറ്റിലും ഇല്ല, അല്ലാതെയും ഇല്ല. കടം വേണമെങ്കിൽ കുറച്ച് തരാം എന്ന നിലപാടാണോ? ഇതൊരു ന്യായമാണോ? അല്ല, കടം വേണമെങ്കിൽ കുറച്ച് തരാമെന്നല്ലല്ലോ. സംസ്ഥാന സർക്കാർ എങ്ങനെയാണോ അപേക്ഷിച്ചിട്ടുള്ളത് ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സാധാരണ നിലക്ക് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളാണെങ്കിലും അതിൻ്റെ നടപടികളാണെങ്കിലും സ്വീകരിക്കുകയും കൊടുക്കുകയെല്ലാം ചെയ്യുക. ഇപ്പം ഇവിടെ വയനാട് ദുരന്തമുണ്ടായതിന് ശേഷം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള പണം, അതിപ്പോൾ SDRF ഫണ്ട്, NDRF ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞാൽ ശരി.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 718 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അതിലാകെ 8 കോടി രൂപയെ ചിലവാക്കിയിട്ടുള്ളൂ. 710 കോടി രൂപ കയ്യിലിരിക്കുകയാണ്. ഇനി കേന്ദ്രം കൊടുത്ത പണത്തിൻ്റെ NDRF ഫണ്ടിൻ്റെ 68 കോടി രൂപയെ ചിലവാക്കിയിട്ടുള്ളൂ. അതിൽ നിന്ന് ആകെ സംസ്ഥാനത്തിൻ്റെ വിഹിതം ബാക്കി എത്രയുണ്ട്? കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേസുകളെല്ലാം പരിശോധിച്ചപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കെ സംസ്ഥാന ഗവൺമെൻറ് ഏതാണ്ട് സമാനമായിട്ടുള്ളൊരു വാദം ഉന്നയിച്ചതിൽ പ്രധാനമായിട്ടും അവർ ഉന്നയിച്ചതും ഞങ്ങൾ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏത് ഹെഡിങ്ങിലാണ് ഇത് അപേക്ഷിച്ചിട്ടുള്ളത് അത് പറയണ്ടേ? തെറ്റിദ്ധരിപ്പിക്കാമോ? അങ്ങനെയല്ലെങ്കിൽ അത് തുറന്നു പറയട്ടെ സംസ്ഥാന സർക്കാർ. ഞങ്ങൾ അപേക്ഷിച്ച രീതിയിലല്ല കിട്ടിയിട്ടുള്ളത്. വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. ആധികാരികമായി പറയുന്നത് സംസ്ഥാനം കേന്ദ്രത്തോട് വായ്പയാണ് ആവശ്യപ്പെട്ടത് എന്നാണോ? കേരളത്തിലെ ഒരു പ്രമുഖ മലയാള മാധ്യമം, ഞാനത് മാതൃഭൂമിയാണ് എന്നല്ല ഉദ്ദേശിച്ചത്, മറ്റൊരു മലയാള മാധ്യമം ഇന്ന് കൊടുത്തിട്ടുള്ള വാർത്തയുണ്ടല്ലോ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ എങ്ങനെയാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ പണം ആവശ്യപ്പെട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതല്ലേ, ആ വാർത്ത വായിച്ചിട്ടുള്ളതല്ലേ. സംസ്ഥാന സർക്കാർ പുറത്തുവിടട്ടെ എങ്ങനെയാണ് ഈ പണം ആവശ്യപ്പെട്ടത് എന്നുള്ളത്. അതൊരു ഭാഗത്ത്. കയ്യിൽ കിട്ടിയ പണത്തിന്റെ ഒരു നിമിഷം ശ്രീ കൃഷ്ണദാസ് അങ്ങനെ പറഞ്ഞു പോകരുത്. കേന്ദ്രത്തോട് സംസ്ഥാനം വയനാട് പുനരധിവാസത്തിന് പണം വായ്പയായി അനുവദിക്കണം എന്നുള്ളതാണ് അപേക്ഷിച്ചിട്ടുള്ളത് എന്ന് BJPക്ക് ബോധ്യമുണ്ടോ? അങ്ങനെയാണ് നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അതെന്താണ് എന്നുള്ളത് പറയട്ടെ. ശ്രീ കൃഷ്ണദാസ്, ഞാൻ ശ്രീ VK സനോജിനോട് ആ ചോദ്യം ആവർത്തിക്കാൻ തയ്യാറാണ്. അതിന് മുൻപ് അതായത് നമ്മളിപ്പോ ഒരു ചർച്ചയിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായും അങ്ങയുടെ പാർട്ടി അങ്ങേ അയക്കുന്ന സമയത്ത് അങ്ങയുടെ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെ കൃത്യമായി ഡിഫെൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട ആധികാരികമായി എന്നുള്ളതാണല്ലോ അപ്പൊ കൃത്യമായി പാർട്ടിക്ക് ഒരു ധാരണയുണ്ടാകും. എനിക്ക് ഇന്ന് പ്രമുഖമായിട്ടുള്ള മലയാള മാധ്യമത്തിന്റെ വാർത്തയുടെ ഒരു ഹെഡിങ് ഞാൻ വായിക്കാം. ഞാൻ വായിക്കാം. പദ്ധതി സമർപ്പിച്ചത് മൂലധന നിക്ഷേപ വായ്പ ഇനത്തിൽ ദിവസങ്ങൾക്ക് മുന്നേ, മാസങ്ങൾക്ക് മുന്നേ നേരിട്ട് കണ്ടിട്ട് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനെ മുണ്ടക്കൈ ചൂരൽമല മേഖലകളുടെ പുനർനിർമ്മാണത്തിന് കോടി രൂപ അനുവദിച്ച 16 പദ്ധതികൾ ഏതിനത്തിലാണ് ആവശ്യപ്പെട്ടതായിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത് മൂലധന നിക്ഷേപ വായ്പ ഇനത്തിൽ എന്നുള്ളതാണ്. പദ്ധതി സമർപ്പിച്ചത് മൂലധന നിക്ഷേപ വായ്പ ഇനത്തിൽ എന്നാണ്. അങ്ങനെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പറയട്ടെ അങ്ങനെയല്ല എന്നുള്ളത്. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അങ്ങനെ പറയട്ടെ എന്നാണ്. ഒരൊറ്റ നിമിഷം ശ്രീ VK സനോജ്, ഇന്നിപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ചത്, കേരളത്തിന്റെ ഒരു നിമിഷം കേരളത്തിന്റെ റവന്യൂ മന്ത്രി പറഞ്ഞത് ഇതൊക്കെ നമ്മൾ കേട്ടു. ഇത് സംസ്ഥാനത്തോട് കാണിക്കുന്ന വഞ്ചനയാണ് എന്നും സംസ്ഥാനത്തോടുള്ള കെണിയാണ് എന്നുമുള്ള കാര്യങ്ങൾ എന്താണ്? ഈ സംസ്ഥാനം കേരളത്തിന്റെ രാജ്യത്തിന്റെ ഭാഗമല്ലേ, നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങളില്ലേ എന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അടക്കം ചോദിക്കുന്നത് നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ വീണ്ടും ആവർത്തിച്ച് കേട്ടതിന് ശേഷമാണ് ഈ ചർച്ചയിലേക്ക് വരികയും ചെയ്തത്. അഡ്വക്കേറ്റ് അബിൻ വർക്കി, ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുൻപ് എനിക്ക് ശ്രീ VK സനോജ് സ്വാഭാവികമായും ഇതിന് മറുപടി വേണമല്ലോ. ശ്രീ VK സനോജ്, അങ്ങനെ ആവശ്യപ്പെടുകയാണോ? ഇപ്പൊ 2000 കോടിയുടെ സ്പെഷ്യൽ പാക്കേജ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, 500 കോടിയുടെ ഗ്രാന്റ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ. അതിനപ്പുറത്തേക്ക് ഇത് ഒരു മൂലധന നിക്ഷേപം, അതായത് ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഈ ഹെഡറിൽ തന്നെയാണോ കേരളം വായ്പ എന്ന നിലയ്ക്ക് ആവശ്യപ്പെട്ട പണം കേന്ദ്രം തരികയായിരുന്നോ? മധു, ഈ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ എത്ര തവണ നമ്മുടെ ഈ വിഷയം ചർച്ച ചെയ്തു? സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി നിശ്ചയിച്ച മാനദണ്ഡ പ്രകാരം കണക്കുകൾ തയ്യാറാക്കിയിട്ട് എത്രയോ തവണ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്താണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളീയ സമൂഹം കക്ഷിരാഷ്ട്രീയ അതീതമായി ഒറ്റക്കെട്ടായി വയനാട്ടിലെ ദുരന്തബാധിതരോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയെ തുറന്നു കാണിച്ചുകൊണ്ട് നിരവധി തവണ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴെന്താ പറയുന്നത്? അങ്ങനെ ഒന്നും ചോദിച്ചിട്ടേ ഇല്ല. കുറച്ച് പൈസ വായ്പക്ക് ചോദിച്ചു, കേന്ദ്രം കൊടുത്തു എന്നാണ്. ഇതിനൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് ന്യായീകരിക്കുന്നത്? എത്ര തവണ ചോദിച്ചു? നിങ്ങൾ ഒരു രൂപ കൊടുത്തോ? ഒരു രൂപ നിങ്ങൾ കൊടുത്തോ? പണം കിട്ടാൻ എന്തിനാണ് പ്രധാനമന്ത്രി ഇങ്ങോട്ട് വന്നത്? പ്രധാനമന്ത്രി ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ മറ്റു സംസ്ഥാനത്തെല്ലാം കൊടുത്തല്ലോ. നിങ്ങൾ കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാം നിങ്ങൾ കാശ് കൊടുക്കുന്നു. എന്ത് കേരളത്തോട് ഈ അവഗണന?
എന്ത് കേരളത്തിന് ഇതുവരെയായിട്ട് ഒരു 10 പൈസയുടെ സഹായം നിങ്ങൾ കൊടുക്കാതിരുന്നത്? ഒഴിച്ചുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാം പണം കൊടുത്തു. വായ്പക്കാണോ ചോദിച്ചത്? എവിടെ കൊടുത്തു? ആർക്ക് കൊടുത്തു? വായ്പക്കാണോ ചോദിച്ചത്? എവിടെ കൊടുത്തു? ഞാൻ പറയാം. ഞാൻ ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തി മുന്നോട്ട് പോകാമെന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും ആവശ്യം നമുക്ക് വരാം. ശ്രീ സനോജ്, നമ്മൾ സനോജ് തന്നെ പറഞ്ഞതുപോലെ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തതാണ്. ആ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. എനിക്ക് എണ്ണി പറയാൻ എന്റെ കയ്യിൽ വിവരവുമുണ്ട് ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയൊക്കെ കൊടുത്തു എന്നുള്ളത്. ഏതെങ്കിലും ഒരു പദ്ധതി തുടങ്ങിയോ? അതവിടെ നിൽക്കട്ടെ. ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് എന്തൊക്കെ കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വരാം. അഡ്വക്കേറ്റ് അബിൻ വർക്കി, സംയുക്തമായ ഒരു പ്രക്ഷോഭത്തിന് പോലും തയ്യാറാണ്. ഞാൻ നിങ്ങളിലേക്ക് വരാം. രണ്ടുപേരിലേക്ക് വരാം. അല്ലെങ്കിൽ ഒരു പൊതുസ്ഥാപനം ഞാൻ നിങ്ങൾ രണ്ടുപേരിലേക്കും വരാം. കിട്ടാത്തതുകൊണ്ടാണോ? രണ്ടുപേരിലേക്കും വരാം. അഡ്വക്കേറ്റ് അബിൻ വർക്കി, സംയുക്തമായ പ്രക്ഷോഭത്തിന് വരെ തയ്യാറാണ് എന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തോട് കാണിച്ചിരിക്കുന്നത് ന്യായമല്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഇപ്പോൾ ഈ 529 കോടി രൂപ വായ്പയായി 50 വർഷക്കാലത്തിന് ശേഷം, അത് 50 വർഷക്കാലത്തിന് ശേഷമല്ലേ എന്ന് കെ സുരേന്ദ്രൻ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കാൻ കെ സുരേന്ദ്രൻ ആരാ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. ഇത് കേന്ദ്രത്തിന്റെ വഞ്ചനയായിട്ടാണോ അതോ സംസ്ഥാന സർക്കാരിന്റെ കണ്ടുകെട്ടിക്കളിയായിട്ടാണോ പ്രതിപക്ഷം കാണുന്നത്? രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, ഈ 529 കോടിയുടെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ അത് 1.5 മാസം കൊണ്ട് 45 ദിവസം കൊണ്ട് എക്സ്പെൻഡിച്ചർ ആക്കണമെന്ന് പറഞ്ഞാൽ 1.5 മാസം കൊണ്ട് അത് ട്രഷറിയിൽ നിന്ന് പോവുകയും അതിൻ്റെ പണി പൂർത്തീകരിക്കുകയും വേണം എന്നാണ് പറയുന്നത്. അതായത് ഇനി 45 ദിവസം കൊണ്ട് ഒരു കാരണവശാലും നടക്കില്ലാത്ത ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നല്ലൊരു ബിരിയാണി കൊണ്ടുവച്ചിട്ട് അത് 30 സെക്കൻഡിനുള്ളിൽ തിന്നു തീർക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ആ ബിരിയാണി അവർ തിരിച്ചു കൊണ്ടുപോകും. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ 530 കോടി എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കള്ളക്കളിയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ 530 കോടിയുടെ അല്ല ഇവിടുത്തെ പ്രശ്നം. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം ഈ സംസ്ഥാന സർക്കാർ തന്നെ ടൂറിസം സ്പെഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഒരു കത്ത് കൊടുത്തിരുന്നു. ആ കത്തിലാണ് ഇവർ ലോൺ എന്ന വാക്ക് ഉപയോഗിച്ചതായി പറയുന്നത്. ആ ടൂറിസം സ്പെഷ്യൽ അസിസ്റ്റൻസ് അല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് 530 കോടിയുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ആ 530 കോടി ആണെങ്കിൽ പോലും 45 ദിവസത്തിനുള്ളിൽ എക്സ്പെൻഡിച്ചർ ആക്കണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ടോട്ടലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഫണ്ടിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കേന്ദ്ര സർക്കാർ കാണിച്ച ഇരട്ടത്താപ്പെന്നല്ല, വലിയ കള്ളക്കളിയാണ്, നാട്ടുകാരെ പറ്റിക്കുന്നതിന് തുല്യമാണ്. നമ്മളെന്തോ ഔദാര്യം ചോദിച്ചപ്പോൾ അത് ഇട്ട് തന്നതുപോലെയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ കൊടുത്ത പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഒരു ദുരന്തമുണ്ടായി കഴിഞ്ഞപ്പോൾ ആ ദുരന്തത്തിന് പാക്കേജ് അനുവദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രധാനമായി പണം അനുവദിച്ചിട്ടുണ്ട്. അത് ഹിമാചലിൽ അനുവദിച്ചിട്ടുണ്ട്, ഉത്തർപ്രദേശിൽ അനുവദിച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിൽ വന്ന് കണ്ട അന്ന് തന്നെ 900 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് അത് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി അദ്ദേഹം ഹൈക്കോടതിയിലെ കേസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ഹൈക്കോടതിയിലെ കേസിൽ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവർ ഈ പറയുന്ന ഫണ്ടൊന്നും അനുവദിച്ചിട്ടില്ല. ആകെ സംസ്ഥാനത്തിന് കൊടുക്കേണ്ടിയിരുന്ന ദുരിതാശ്വാസ നിധിയുടെ ഫണ്ട് നേരത്തെ കൈമാറി എന്നതല്ലാതെ ഈ വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ യാതൊരുവിധ സഹായവും കേരളത്തിന് ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇതിനകത്ത് രാഷ്ട്രീയമില്ലല്ലോ. കാരണം എന്താ, ഇപ്പോൾ വയനാടിൻ്റെ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി കേരളത്തിലുള്ള മുഴുവൻ MPമാരെയും കൂട്ടിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ ശ്രീ അമിത്ഷായെ കാണുകയും ഇതിൻ്റെ കത്ത് കൊടുക്കുകയും ഇത് ആവശ്യപ്പെടുകയും ചെയ്തു. ലോക്സഭയിൽ ഇത് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വയനാടിനെ കണ്ടില്ല എന്ന് നടിക്കുന്നത്? ഇപ്പോൾ കേരളത്തിൽ വന്നുകൊണ്ട് സെൽഫിയൊക്കെ എടുത്ത് ഞാൻ അങ്ങ് ഡൽഹിയിൽ ചെന്നാൽ ഉടൻ തന്നെ പണം അങ്ങ് തരാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കേന്ദ്രമന്ത്രിമാർ തന്നെ കേരളത്തെ അധിക്ഷേപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. കേന്ദ്രത്തിന്റെ ചാർജുള്ള ഈ വിഷയത്തിൽ ചാർജ് ഉണ്ടായിരുന്ന കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ കേരളത്തിന് വേണമെങ്കിൽ പിന്നോക്ക സംസ്ഥാനമായി പ്രഖ്യാപിച്ചാൽ വേണമെങ്കിൽ പണം തരാമെന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ. ശ്രീ V മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞത് എന്താ, ഇതൊരു വളരെ കുഞ്ഞൊരു ദുരന്തമാണ്, ഈ ദുരന്തത്തെ ഇത്ര പർവ്വതീകരിക്കുന്നത് എന്തിനാണ് എന്ന് ശ്രീ V മുരളീധരൻ തന്നെ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ വിഷയത്തിലെ ഇരട്ടത്താപ്പും കള്ളക്കളിയും അത് വളരെ വ്യക്തമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഏത് സാഹചര്യത്തിൽ ഇപ്പോൾ സ്പെഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടി ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന ഈ കത്ത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണം. അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി അവരുടെ ഓർഡറിൽ പറയുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. അപ്പൊ
സംസ്ഥാന സർക്കാരിൽ വേറെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ തന്നെ ഈ വയനാട് ചൂരൽമല ദുരന്ത നിവാരണത്തിന് വേണ്ടി സാധാരണ ജനങ്ങൾ കൊടുത്ത 729 കോടിയുണ്ട്. ആ 729 കോടിയിൽ നിന്ന് അവിടുത്തെ സാധാരണക്കാർക്ക് ഇപ്പൊ വീടിന്റെ കാര്യത്തിൽ നമ്മൾ വീട് പണിയുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ ഡെയിലി ലൈവ്ലിഹുഡിന് വേണ്ടിയുള്ള ഇപ്പോൾ അവിടെ ഒരു തയ്യൽ മെഷീൻ നഷ്ടപ്പെട്ടവർക്ക് ആ തയ്യൽ മെഷീൻ കൊടുക്കാൻ നമുക്ക് കേന്ദ്രത്തിന്റെ ഔദാര്യം കാത്തു നിൽക്കണ്ട. അവിടെ ഏതെങ്കിലും കടയിൽ സാധനം മേടിച്ചു വെച്ചാൽ കച്ചവടം നടക്കുമെന്നുള്ള സാധാരണക്കാർക്ക് അത് മേടിച്ചു കൊടുക്കാൻ നമുക്ക് ഈ കേന്ദ്രത്തിന്റെ ഔദാര്യം കാത്തു നിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ തന്നെ നമ്മുടെ സാധാരണ ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത 730 കോടിയോളം രൂപയുണ്ട്. അപ്പൊ സംസ്ഥാന സർക്കാർ അടിയന്തരമായി കേന്ദ്രത്തോട് ഈ വിഷയം അവതരിപ്പിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നതിനോട് ഒപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വയനാട് മേഖലയിൽ ഈ വിഷയത്തിൽ ഉൾപ്പെട്ട ആളുകളെ സഹായിക്കാൻ ശ്രമിക്കണം. കാരണം കഴിഞ്ഞ 8 മാസമായിട്ട് യാതൊരു വിധത്തിലുള്ള സഹായം അവിടെ ചെല്ലുന്നില്ല എന്ന് പറയുമ്പോൾ ശരി. ശ്രീ കൃഷ്ണദാസ്, ഇപ്പോ മൂലധന നിക്ഷേപത്തിനുള്ള വായ്പ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു മാധ്യമ റിപ്പോർട്ട് ചെയ്യുന്നത്. ശരിയാവട്ടെ, മൂലധന നിക്ഷേപത്തിനുള്ള വായ്പ ഒരുപക്ഷെ ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. അത് സംസ്ഥാന സർക്കാർ അതിൽ ക്ലാരിറ്റി വരുത്തട്ടെ. അതുമാത്രമല്ലല്ലോ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ 5-8 മാസമായിട്ട് 2000 കോടിയുടെ പാക്കേജും 500 കോടിയുടെ സ്പെഷ്യൽ ഗ്രാന്റും ഒക്കെ ആവശ്യപ്പെട്ടില്ലേ? അതിലൊന്നും ഒരു അനക്കവുമില്ലല്ലോ. ഇനി അതും പോകട്ടെ ശ്രീ കൃഷ്ണദാസ്, ഈ 1.5 മാസം കൊണ്ട് ഈ വയനാട് അങ്ങ് പുനരുദ്ധരിക്കാൻ കഴിയുന്ന എന്ത് മാന്ത്രിക വിദ്യയാണ് ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കേണ്ടത്? മാർച്ച് അവസാനത്തിന് മുൻപ് ഇത് ചെലവഴിച്ചതിന്റെ കണക്ക് എങ്ങനെ കൊടുക്കുമെന്നാണ് പറയുന്നത്? അവിടെ പണിയേണ്ടത് എന്താണ്? സ്കൂൾ, ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട പൊതുകെട്ടിടങ്ങൾ, പാലങ്ങൾ, ഇതൊക്കെ 1.5 മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുമോ? അല്ല, സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തു എന്ന് പറയുന്ന കത്തുണ്ടല്ലോ, അതായത് 4/2/2025 കൊടുത്തു എന്ന് പറയുന്ന കത്തിൽ 535.56 കോടി രൂപയാണ് ഇതിൻ്റെ ഉത്തരവ് പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ 529 കോടി രൂപ 29.50 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അതിൽ 16 പദ്ധതികൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ 16 പദ്ധതികളെ സംബന്ധിച്ച് അതിൻ്റെ വിശദമായ വിവരങ്ങളും അതിൻ്റെ അടങ്കൽ തുകയും അതിന് ചെലവാക്കേണ്ട തുകയും എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി അതിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ആ സ്കീം മുന്നോട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു പദ്ധതി മാർച്ച് 31 അതിന് ടെൻഡർ വിളിച്ചാൽ മാർച്ച് 31 അത് തീരാറുണ്ടോ? ഇല്ലല്ലോ. ഫണ്ട് അലോക്കേറ്റ് ചെയ്യാണ് ചെയ്യുക. ആ ഫണ്ട് അലോക്കേറ്റ് ചെയ്തതിന് ശേഷം ആ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോസസ്സ് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. അതിലെന്തെങ്കിലും വ്യത്യാസം വന്നാൽ അത് വീണ്ടും ആവശ്യപ്പെടും, അതല്ലെങ്കിൽ അതിൻ്റെ തീയതി നീട്ടാൻ ആവശ്യപ്പെടും. അതല്ലേ അതിൻ്റെ പ്രൊസീജിയർ. ഇപ്പോൾ ഇന്നലെ സർക്കാർ 11-ാം തീയതി പുറത്തിറക്കിയിട്ടുള്ള 11/2 സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവിൽ കൃത്യമല്ലേ ആ വിവരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ? അപ്രൂവൽ ഓഫ് ക്യാപിറ്റൽ പ്രോജക്ട്സ് as additional allocations under part 1 of the scheme of special assistance to states for capital investment അത് പ്രകാരമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, അത് പ്രകാരമാണ് കൊടുത്തിട്ടുള്ളത്. അതിലാകെ 6 കോടി രൂപയുടെ കുറവ് വരുത്തിയിട്ടുള്ള സംസ്ഥാനം ആവശ്യപ്പെട്ടതിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ? 16 പദ്ധതികൾക്ക് കൃത്യമായ പണം ചെലവഴിക്കുന്നതിനുള്ള നടപടികളെ സംബന്ധിച്ച് ആവശ്യപ്പെട്ടത് കൃത്യമായി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിക്കുന്ന അതിൻ്റെ അടുത്ത പേജിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 11/2/2025 സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള മുഴുവൻ വിവരങ്ങളും അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടല്ലോ ആ ഓർഡറിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അവിടെ എവിടെ വ്യത്യാസമുള്ളത്? അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, ഇത് സർക്കാർ കടമായി ഞങ്ങൾക്ക് തന്നതാണ് ഈ സംസ്ഥാനത്തിന്, അതുകൊണ്ട് ഞങ്ങൾ ഈ കടമെല്ലാം തിരിച്ചടക്കേണ്ടതാണ് എന്ന് പറയുക. അതെല്ലാം അതാതിൻ്റെ ഓരോ ഹെഡ് സർക്കാരിന് വെറുതെ പണം എടുത്ത് കൊടുക്കാൻ കഴിയുമോ? നിങ്ങൾ UPA-യുടെ ഭരണകാലം ഉണ്ടായിരുന്നല്ലോ, 50 വർഷം കൊണ്ട് ഇത് തിരിച്ചടക്കേണ്ടതാണ്, പലിശരഹിത വായ്പ എന്ന നിലയ്ക്ക് തന്നെ തന്നതല്ലേ? അതിലെവിടെയാണ് തെറ്റിദ്ധാരണ? ഇനി ഈ പറയുന്ന ഫണ്ട് റിലീസ് ചെയ്യുമ്പോൾ 1.5 മാസമേ ഉള്ളൂ എന്നറിയില്ലേ? ഈ 1.5 മാസത്തിനുള്ളിൽ ഇതിന്റെ ചെലവ് കാണിച്ചില്ല എങ്കിൽ ഈ പറയുന്ന കടം അത് ലിമിറ്റ് ചെയ്യും എന്നൊരു നിർദ്ദേശം ഇതിലില്ലേ? അപ്പൊ എങ്ങനെയാണ് ഇത് സാധ്യമാവുക? നമ്മുടെ സംസ്ഥാനത്ത് ബജറ്റ് പ്രഖ്യാപിക്കുമ്പോഴാണെങ്കിലും പദ്ധതികൾക്ക് ഫണ്ട് വകയിരുത്തുമ്പോഴാണെങ്കിലും മാർച്ച് 31 പൂർത്തിയാക്കണം എന്നുള്ളതാണല്ലോ സാധാരണ നിലക്കുള്ള എല്ലാ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ വ്യവസ്ഥ വെക്കുന്നത്. അതിനുശേഷം അതിൽ വ്യത്യാസമുണ്ടായാൽ എന്താ ചെയ്യുക? ഡേറ്റ് നീട്ടിക്കിട്ടാൻ അപേക്ഷിക്കും. അത് സംസ്ഥാന സർക്കാർ മറ്റ് പഞ്ചായത്തുകളോട് എന്താ ചെയ്യുന്നത്? ജില്ലാ പഞ്ചായത്തുകളോട് എന്താ ചെയ്യുന്നത്? അതേ പ്രോസസ്സല്ലേ? ഏതെങ്കിലും ഒരു സർക്കാരിന് നിങ്ങൾക്കൊരു തീയതിയുമില്ലാതെ നിങ്ങൾക്കൊരു ഫണ്ട് ഉപയോഗിക്കാം, അങ്ങനെ ഒരു സംവിധാനമുണ്ടോ സർക്കാരിനെ സംബന്ധിച്ച്? അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടാകും. അത് കഴിഞ്ഞാൽ നടക്കില്ല. അതിന് വീണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യണം? ടൈം എക്സ്റ്റെൻഡ് ചെയ്യണം. ഇപ്പോൾ കേരളത്തിന് തന്നത് പാക്കേജിലല്ല, തന്നത് കടത്തിന് 100 വ്യവസ്ഥയും നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ, അതായത് 31 മുമ്പ് കണക്ക് കൊടുത്തില്ലെങ്കിൽ ഇത് എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. അങ്ങനെ ടൈം എക്സ്റ്റെൻഡ് ചെയ്യാം എന്നൊരു നിർദ്ദേശം ഇതിലുണ്ടോ? ബഹുമാനപ്പെട്ട മാധു, സർക്കാർ ഒരു ഉത്തരവിറക്കുമ്പോൾ
അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണല്ലോ ഉത്തരവിറക്കുക. നിങ്ങൾക്ക് ആ സമയത്തിന് ഉള്ളിൽ തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സർക്കാർ എന്താ ചെയ്യുക? ഈ 4/2/2025 കത്ത് കൊടുത്തതുപോലെ തന്നെ അടുത്ത കത്ത് കൊടുക്കും, ഞങ്ങൾക്ക് ഈ സമയത്തിനുള്ളിൽ തീർക്കാൻ കഴിഞ്ഞില്ല, അതിന് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് തരണം. അപ്പോൾ സാധാരണ നിലക്ക് എന്ത് ചെയ്യും സർക്കാർ? ആ സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് 2030 വരെ ഇത് ഉപയോഗിക്കാം അങ്ങനെയല്ലല്ലോ. സർക്കാരിനൊരു എല്ലാ പദ്ധതിക്കും ടൈമുണ്ട്, അതിന് വ്യവസ്ഥയുണ്ട്, അതിന് അടങ്കൽ സംഖ്യയുണ്ട്. ആ സംഖ്യക്കകത്ത് മാത്രമേ ഉള്ളൂ. സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഇത് എന്തെങ്കിലും ഒരു AI സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്നൊന്നും അല്ലല്ലോ. ഇത് കൃത്യമായി സർക്കാരും സർക്കാരിന്റെ സംവിധാനമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും ഒക്കെ, അതായത് ശമ്പളം വാങ്ങുന്ന ഉത്തരവാദിത്വ ബോധമുള്ള, കാഴ്ചപ്പാടുള്ള, വീക്ഷണമുള്ള ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്നല്ലേ. 1.5 മാസം കൊണ്ട് ഈ ഫണ്ട് ചെലവഴിക്കാൻ കഴിയില്ല എന്ന് ബോധമുള്ളവരല്ലേ അവിടെ ഇരിക്കുന്നത്? അതോ അങ്ങനെ ഒരു പരിഗണന ഇതിനകത്ത് പ്രിന്റ് ചെയ്യാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും ചട്ടമുണ്ടോ? അങ്ങനെ പ്രിന്റ് ചെയ്യണം എന്ന് ചട്ടമുണ്ടോ? ആ ചട്ടത്തിന്റെ കാര്യം അല്ലല്ല. നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് നമ്മൾ ചോദിച്ചു എന്തുകൊണ്ടാണ് കേരളം എന്നൊന്ന് പറയാതെ പോയത്, എന്തുകൊണ്ടാണ് വയനാടിനുള്ള എയ്ഡ് പ്രഖ്യാപിക്കാത്തത് എന്ന്. അങ്ങനെ ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന രീതിയില്ല എന്നാണ് അന്ന് പറഞ്ഞത്. നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ബജറ്റിൽ ഈ പറയുന്ന, അതായത് അതിന് മുമ്പുള്ള ഇടക്കാല ബജറ്റിൽ കേട്ടോ, ഈ പറയുന്ന ഫ്ലഡ് ദുരിതാശ്വാസത്തിന് വേണ്ടി സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പ്രഖ്യാപിച്ചിരിക്കുന്ന സഹായം ഞാൻ എണ്ണി പറയട്ടെ. ശ്രീ കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസം ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, അങ്ങനെ കൊടുക്കുന്ന രീതിയില്ല, അങ്ങനെ ബജറ്റിലല്ല അത് പ്രഖ്യാപിക്കേണ്ടത് എന്നൊക്കെ. അങ്ങനെ പ്രഖ്യാപിച്ച സംസ്ഥാനങ്ങളുടെ കണക്ക് ഞാൻ എണ്ണി പറയട്ടെ. ഇനി വായ്പയായിട്ട് ഈ പുനരുദ്ധാരണത്തിന് സഹായം കൊടുത്ത സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് അങ്ങൊന്ന് പറയാമോ? വായ്പയായിട്ട് കൊടുത്ത സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ഈ ഉത്തരവെന്തിനാ? അങ്ങനോട് ചോദ്യം ചോദിച്ചതുപോലെ തന്നെയാണല്ലോ ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്നത്. ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, സംസ്ഥാനത്തിൻ്റെ കയ്യിൽ 1300 കോടി രൂപയിലധികം വയനാടിന് വേണ്ടി ചെലവഴിക്കാൻ ഇപ്പോൾ നെറ്റ് ഫണ്ട് ഇരിക്കുന്നുണ്ട്. ആകെ എത്ര ചെലവഴിച്ചിട്ടുള്ളത് അങ്ങയുടെ അറിവിൽ? 68 കോടി രൂപ. സംസ്ഥാന ഗവൺമെന്റ് ഞാനൊരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ എൻ്റെ ചോദ്യം അവസാനിപ്പിക്കാന്ന്. ഇനി അടുത്തത്, ഈ സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ 7 മാസക്കാലം കഴിഞ്ഞല്ലോ, 8 മാസമായല്ലോ ഈ വയനാട് ദുരന്തമുണ്ടായിട്ട്, ഒരു വീട് വെക്കാനുള്ള സ്ഥലം ഫിക്സ് ചെയ്തോ? ഒരു സ്കൂള്, ഒരു പൊതുസ്ഥാപനം പുനർനിർമ്മിക്കാനുള്ള സംവിധാനങ്ങളുടെ ഫണ്ട് അലോക്കേഷനായോ? ഈ 2 ചോദ്യമായി ഞാൻ എടുത്തു. അത് ഞാൻ ശ്രീ VK സനോജിനോട് ചോദിക്കാം, അദ്ദേഹമാണല്ലോ അതിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തമുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഈ കാലത്തിനിടയിൽ കേന്ദ്ര സർക്കാർ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തത് 14 സംസ്ഥാനങ്ങൾക്കായി 5856 കോടി, ബീഹാറിന് 655 കോടി, മണിപ്പൂരിന് 50 കോടി, 21 കോടി മിസോറാമിന്, 19 കോടി നാഗാലാൻഡിന്, 23 കോടി സിക്കിമിന്, 25 കോടി ത്രിപുരയ്ക്ക്. ഇനി 2022 മുതൽ 24 വരെ രാജ്യസഭയിലെ അവതരിപ്പിച്ച കണക്കാണ് കേട്ടോ. 941 കോടി കർണാടക NDRF-ൽ നിന്ന്, 873 കോടി ഹിമാചലിന്, 594 കോടി അസമിന്. ഇങ്ങനെ ഒരു കണക്ക് അങ്ങ് കേരളത്തെ കുറിച്ച് പറയാമോ? ഇനി കടമായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഫ്ലഡ് ഉണ്ടാകുമ്പോൾ, ഈ നമ്മുടെ കലാമിറ്റികൾ ഉണ്ടാകുന്ന സമയത്ത് കടമായിട്ട് നിങ്ങൾ അങ്ങ് നന്നാക്കിക്കോളൂ എന്ന് പറഞ്ഞു കൊടുത്ത സംസ്ഥാനങ്ങളുടെ കണക്കൊന്ന് പറയാമോ? ഈ 11/2/2025 ഇപ്പോൾ സർക്കാർ കൊടുത്തു എന്ന് പറയുന്ന ഉത്തരവുണ്ടല്ലോ, ആ ഉത്തരവിൻ്റെ കൂടെ, അങ്ങയുടെ കയ്യിൽ അതില്ലെങ്കിൽ ഞാനിപ്പോൾ അയച്ചു തരാം, അതിൻ്റെ കൂടെ ഓൺ അക്കൗണ്ട് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ലോൺ അണ്ടർ പാർട്ട് 1 ഓഫ് ദി സ്കീം ഓഫ് SSAPS എന്ന് പറയുന്ന സ്കീമിൽ കേരളത്തിന് കൊടുത്ത തുകയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 52.95 എന്ന് പറഞ്ഞ് ലക്ഷത്തിൽ അത് പറയുന്നൊരു സംഖ്യ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുള്ള വിവരങ്ങൾ കൃത്യമായി പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. ഇനി കേരളത്തിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോവിഡ് സമയത്ത് കേരളത്തിന് എന്താ പണം കൊടുത്തില്ലേ കേന്ദ്രത്തിൽ നിന്ന്? ഫ്ലഡ് ഉണ്ടായ സമയത്ത് കേന്ദ്രത്തിൽ നിന്ന് പണം കൊടുത്തില്ലേ കേരളത്തിന്? ഇനി വയനാട് ദുരന്തമുണ്ടായപ്പോൾ 2 ഘട്ടങ്ങളിലായി 145 കോടി രൂപ കൊടുത്തില്ലേ? അതിനുശേഷം ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 7/2/2025 എവിടെയെങ്കിലും കേന്ദ്രം കൊടുത്തതിന്റെ കണക്ക് പറയാമോ എന്ന് ഞാൻ ചോദിച്ചില്ല. ഞാൻ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഈ രീതിയിൽ പണം കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഈ രീതിയിൽ പണം തന്നിട്ടില്ല, കടമായിട്ടാണ് നമുക്ക് തരുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടില്ല, പച്ചക്കള്ളമാ പറയുന്നത്. ചോദ്യം ആരുടേതാ? ശ്രീ കൃഷ്ണദാസ്, ഞാൻ അങ്ങയോടാണ് ചോദിച്ചത്. അതെ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്.
7/2/2025 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസ് വന്ന സമയത്തും സംസ്ഥാന ഗവൺമെൻറ്റിനോട് ബഹുമാനപ്പെട്ട കോടതി എന്താ പറഞ്ഞത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ 70% ചെലവഴിക്കൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് എത്ര കിട്ടുമെന്നുള്ളത് പറയാം എന്നുള്ളതല്ലേ. കേന്ദ്രം എന്താ സൂചിപ്പിച്ചത്? സംസ്ഥാന ഗവൺമെൻറ് ഇതിൻ്റെ ഫണ്ട് അലോക്കേഷൻ നടത്തിയിട്ട് കയ്യിലിരിക്കുന്ന പണം ചെലവഴിക്കാനുള്ള പ്രോസസ്സ് കണ്ടെത്തട്ടെ, അതിനുശേഷം അതിൻ്റെ പദ്ധതി വിഹിതം എവിടേക്കാണ് കൊടുക്കുന്നത് അതവർ ഡിക്ലെയർ ചെയ്യട്ടെ, അതിനുശേഷം ഫണ്ട് അലോക്കേഷൻ ആവശ്യം വന്നാൽ ഫണ്ട് കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്? കൊടുക്കില്ല എന്നല്ലല്ലോ. അതാ ഞാൻ തിരിച്ചു ചോദിച്ചത്. 7.5 മാസം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പദ്ധതിക്ക് 1 രൂപ കൊടുക്കാനുള്ള പദ്ധതിയുടെ ഫണ്ട് അലോക്കേഷൻ ആയോ? കേന്ദ്രം തന്നിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ട്, സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ട്, 145 കോടി വീതം തന്നിട്ടുണ്ട്. അത് SDRF-ലേക്കുള്ള ഷെയർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അത് ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതൊക്കെ ആദ്യം മുതൽ ആദ്യാക്ഷരം മുതൽ ഇങ്ങോട്ട് എല്ലാ ചർച്ചയിലും പറഞ്ഞു വന്നാൽ 1 മണിക്കൂർ നമുക്ക് സംസാരിക്കാം. അതല്ലാതെ വയനാടിന്റെ പുനരുദ്ധാരണത്തിന്, ഫ്ലഡ് റിലീഫിനല്ല, പുനരുദ്ധാരണത്തിന് നമുക്ക് വേണ്ടത് പാക്കേജാണ്, നമുക്ക് വേണ്ടത് സ്പെഷ്യൽ എയ്ഡ് ആണ്. ആ കാര്യമാണ് ഈ ആവർത്തിച്ച് ചോദിക്കുന്നത്. അപ്പൊ അങ്ങ് വീണ്ടും കോടതിയിലേക്ക് പോവുകയാണ്. ഞാൻ ഈ സംസ്ഥാനങ്ങളുടെ കണക്ക് പറഞ്ഞു. അതിൽ തന്നെ ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ച ഫ്ലഡ് റിലീഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആസാമിനൊക്കെ ഉള്ളത്. ഇപ്പൊ ആസാമിൽ നഷ്ടപ്പെട്ട ജീവനും കേരളത്തിൽ നഷ്ടപ്പെട്ട ജീവനും ഒക്കെ കേന്ദ്രം ഒരുപോലെയാണ് കണ്ടത്. മനുഷ്യ ജീവൻ എല്ലായിടത്തും ഒരുപോലെയാണ്, ശരി. പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടത് 500 ജീവനുകളാണ്. അവിടെ ഒരു പുനരുദ്ധാരണം ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു പാക്കേജ് വേണം. ജീവനോപാധി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലെവിടെയെങ്കിലും ഈ പറയുന്ന ഫണ്ട് അലോക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട മാധു, അങ്ങനെ ഒരു ഫണ്ട് അലോക്കേഷന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് 2221 കോടി രൂപ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് കഴിഞ്ഞ നവംബർ മാസത്തിലാണ്. ആ നവംബർ മാസത്തിൽ ആവശ്യപ്പെട്ടതിന് ശേഷം അതിൻ്റെ ഒരു പ്രോജക്റ്റ് ഏതെങ്കിലും തരത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ബജറ്റിൽ സംസ്ഥാന ഗവൺമെൻറ് 750 കോടി രൂപയാണ് ആകെ വയനാടിന് വേണ്ടി വകയിരുത്തിയിട്ടുള്ളത്. കേന്ദ്രത്തിനോട് 2200 ചില്ലാനം കോടി രൂപയുടെ പാക്കേജ് വേണമെന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെൻറ് ബജറ്റിൽ വകയിരുത്തിയത് ആകെ 750 കോടി രൂപയാണ്. അത് വകയിരുത്തുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ റിലീഫ് ഫണ്ടിൽ വയനാടിന് വേണ്ടി ബാക്കിയിരിക്കുന്ന പണം 710 കോടി രൂപയാണ്. ഞാൻ അതുകൊണ്ട് സൂചിപ്പിച്ചത് കേന്ദ്ര ഗവൺമെന്റ് ഇല്ലാതെ ചെലവഴിച്ചു കഴിഞ്ഞാൽ കേന്ദ്രം നേരത്തെ പറഞ്ഞാണ് ജോർജ് കുര്യനൊക്കെ, നമ്മൾ ഒന്നാമതല്ല, നമ്മൾ പാപ്പരാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സഹായം എന്ന നിലയ്ക്കാണ്. അതാണ് കാഴ്ചപ്പാടെങ്കിൽ ശരി. ഞാൻ ചോദിച്ചത് കേന്ദ്രത്തെ കുറിച്ചാണ്, അങ്ങ് സംസാരിക്കുന്നത് സംസ്ഥാനത്തെ കുറിച്ചാണ്. ഞാൻ ശ്രീ VK സനോജ്, അപ്പോൾ സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വായ്പയായിട്ടാണ് എന്നുള്ള ഒരു ആരോപണം നേരത്തെ ഉന്നയിച്ച് അങ്ങ് മറുപടി പറയുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, സംസ്ഥാനം ഒരു പ്രൊജക്റ്റും അനൗൺസ് ചെയ്തിട്ടില്ല, സംസ്ഥാനം ചെലവഴിച്ചിട്ടുള്ള പണത്തിന്റെ കണക്ക് കൊടുത്തിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ. 2 ചോദ്യങ്ങൾ ശ്രീ കൃഷ്ണദാസ് ചോദിച്ചത് ഞാൻ അങ്ങയിലേക്ക് ആ സമയത്ത് തന്നെ പറയുകയും ചെയ്തിരുന്നു. അതായത് സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ 2018 പ്രളയത്തിന് പൈസ കൊടുത്തു, ആ പൈസയുടെ 30% ചെലവഴിച്ചത്. അതിനുശേഷം അതിന്റെ കണക്കോ മറ്റു കാര്യങ്ങളോ നൽകിയിട്ടില്ല എന്ന അടക്കം അന്നും ധനവകുപ്പ് പറഞ്ഞ ആരോപണങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ BJP നേതാക്കൾ വീണ്ടും പറയുന്നുണ്ട്. സംസ്ഥാനത്തിന് പണം കൊടുക്കുന്നുണ്ട്, ചെലവഴിക്കുന്നതിന്റെ കണക്ക് കാണിക്കുന്നില്ല എന്നുള്ള കാര്യം. ഈ RSSന്റെയും BJPയുടെയും നേതാക്കൾ ഈ ചാനൽ ചർച്ചയിൽ വന്നിട്ട് സ്ഥിരമായി പറയുന്ന കാര്യങ്ങളാണിത്. ഇതെല്ലാം പല ഘട്ടങ്ങളിൽ ഞങ്ങൾ മറുപടി പറഞ്ഞതാണ്. സംസ്ഥാന ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ കത്തിടപാടും കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമൂഹത്തിന് നേരത്തെ തന്നെ ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? സംസ്ഥാന ഗവൺമെന്റ് നിരവധി തവണ, 1 തവണയോ 2 തവണയോ അല്ല, കേന്ദ്രത്തിന്റെ മാനദണ്ഡങ്ങൾക്കെല്ലാം അനുസൃതമായി കൃത്യമായ വിദഗ്ധരുടെ സഹായത്തോടുകൂടി, വിദഗ്ധർ എന്ന് പറഞ്ഞാൽ കേന്ദ്രം തന്നെ നിശ്ചയിച്ചിട്ടുള്ള, കേന്ദ്ര മാനദണ്ഡത്തിൽ പെടുത്തിയിട്ടുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി നടത്തിയിട്ടുള്ള കൃത്യമായ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അത് ദുരന്തബാധിതരായ ആളുകളെ അവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിയിട്ടുള്ള പ്രൊജക്റ്റാണ്. അതിന് ആവശ്യപ്പെട്ട തുക അതെങ്ങനെയാണ് വായ്പാ തുകയായിട്ട് മാറ്റുക? ആ തുക 5 പൈസ കൊടുക്കുന്നില്ല. ബജറ്റ് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ബജറ്റിൽ കേരളത്തെക്കുറിച്ച് പറയുന്നേ ഇല്ല. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തെ അതീതമായി ചോദിക്കുന്ന ചോദ്യം കേരളം എന്താ, ഇന്ത്യയിലല്ലേ എന്നാണ്. ഈ ചോദ്യം നേരിടാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ടാണ് പലതും പച്ചക്കള്ളം ഈ ചാനൽ ചർച്ചയിൽ വന്ന് പറയുന്നത്. ഇപ്പൊ അദ്ദേഹം ചോദിക്കാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് എവിടെയാ കൊടുത്ത് എന്നൊക്കെ ചോദിച്ചു. മറ്റ് സംസ്ഥാനങ്ങൾ കൊടുത്ത് മറ്റ് സംസ്ഥാനങ്ങൾ കൊടുത്തില്ലേ? മറ്റ് സംസ്ഥാനങ്ങൾ കൊടുത്തില്ലേ? പറയട്ടെ. അല്ല, നിങ്ങൾ കള്ളമേ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും കളവാണ്. നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും കളവാണ്. പൂർണ്ണമായും കളവാണ്. പച്ചക്കള്ളമാണ് നിങ്ങൾ പറഞ്ഞത്. ഏത് വിഷയത്തിലാണ് കള്ളം പറഞ്ഞത്? ഏത് അക്കൗണ്ടിലാണ് കള്ളം പറഞ്ഞത്? ഏത് അക്കൗണ്ടിലാണ് കള്ളം പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിങ്ങൾ പറഞ്ഞത്
പച്ചക്കള്ളം. ദുരിതാശ്വാസ നിധിയിൽ 5 പൈസ നിങ്ങൾ കൊടുത്തിട്ടില്ല. വയനാടിന്റെ പേരിൽ 5 പൈസ നിങ്ങൾ കൊടുത്തിട്ടില്ല. ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നിങ്ങൾ ചൂടാവണ്ട. നിങ്ങളുടെ അവസരത്തിൽ പേടിപ്പിക്കണ്ട. നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ പറഞ്ഞു എന്റെ അവസരമാണ്. നിങ്ങൾ പറയുന്ന പച്ചക്കള്ളങ്ങൾ ഞാൻ കേട്ടിരുന്നത് എന്റെ മര്യാദയാണ്. ആ മര്യാദ നിങ്ങൾ എന്തിനാണ് ഒന്നാമത്തെ പച്ചക്കള്ളം പറഞ്ഞോ? സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത കത്ത് കേന്ദ്ര ഗവൺമെന്റ് നിങ്ങളുടെ സംസ്ഥാനത്തിന്റെ ലെറ്റർ കള്ളം പറഞ്ഞു. എന്നെ പറയാൻ അനുവദിക്ക്. നിങ്ങൾ എന്താ പറഞ്ഞു? പറയട്ടെ. നിങ്ങൾ പച്ചക്കള്ളമാ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ പച്ചക്കള്ളം ഞാൻ സൂചിപ്പിക്കാം. നിങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ അനുവദിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞ കള്ളം. ഞാനിത് ആവർത്തിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്ന കാര്യങ്ങൾ നിഷേധിക്ക്. എന്നാൽ നിങ്ങൾ സംസാരിക്കില്ല. പച്ചക്കള്ളമാണ് നിങ്ങൾ പറഞ്ഞത്. ബിജെപിയും RSSും കേരളത്തിൽ വയനാടുമായി ബന്ധപ്പെട്ട് പച്ചക്കള്ളം അവതരിപ്പിക്കുന്നത് 450 കോടി രൂപ 1.5 മാസം കൊണ്ട് 450 കോടി രൂപയുടെ എന്ത് പ്രവർത്തനം നടത്താൻ പറ്റും? 450 കോടി രൂപ കുടുങ്ങി തിന്നാൻ പറ്റുമോ? 450 കോടി രൂപ മാർച്ച് മാസത്തിനുള്ളിൽ എങ്ങനെ ചെലവഴിക്കാൻ പറ്റും? 450 കോടി രൂപ 450 കോടി രൂപ മാർച്ച് മാസം കൊണ്ട് എങ്ങനെ പൂർത്തീകരിച്ച് പ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിയും? അതാണ് ഈ കേരളം ചോദിക്കുന്ന ചോദ്യം. അതിന് ഉത്തരം പറ. കേരളത്തിലുള്ള സമീപനമാണോ കേന്ദ്രത്തിന്റേത്? നിങ്ങൾ ബഹളം വെച്ചിട്ട് ചർച്ച വഴിതിരിച്ചു വേണ്ട. നിങ്ങൾ ബഹളം വെച്ച് ചർച്ച വഴിതിരിച്ചു വേണ്ട. ഞാൻ പറയട്ടെ. നിങ്ങൾ ഒന്നാമത്തെ കള്ളം നിങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ കള്ളം വയനാട് ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കാശ് കൊടുത്തു എന്നാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, വയനാട് ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാശല്ല അത്. ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന കാശാണ്. കേരളത്തിൽ കിട്ടിയത് 145.6 കോടി എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ദുരിതബാധിത പ്രദേശങ്ങൾക്ക് കൊടുക്കാൻ വിവിധങ്ങളായ ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് പ്രകാരവും നേരത്തെ അപേക്ഷ പ്രകാരവുമെല്ലാം വിവിധ ഘട്ടങ്ങളിൽ അനുവദിച്ച തുക കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം SPR 145 കോടി രൂപ കേരളത്തിൽ അനുവദിച്ചത്. ആ 145 കോടി രൂപയെ വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനത്തിന് എന്ന് പച്ചക്കള്ളം നിങ്ങൾ ഈ ചർച്ചയിൽ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത് പച്ചക്കള്ളം പറഞ്ഞു എന്ന്. അതിനെ സത്യം പറഞ്ഞു എന്ന് പറയാൻ കഴിയോ? അത് അങ്ങനെ പോയിട്ട് കാര്യമില്ല. അല്ലല്ല, വെറുതെ കള്ളം പറഞ്ഞു എന്നൊന്നും പറഞ്ഞപ്പോ ഒരു മിനിറ്റ് ഞാൻ ഇടപെടുകയാണ്. RSSന്റെ ശാഖയിൽ പോയി പറഞ്ഞാൽ ആളുകളെ വിശ്വസിക്കും. അത് ഈ ചാനൽ ഫ്ലോറിൽ പച്ചക്കള്ളമാ നിങ്ങൾ പറഞ്ഞത്. കേരളത്തിൽ ഒരു രൂപ പോലും അനുവദിച്ചിട്ടില്ല. ഒടുവിൽ 450 കോടി രൂപ വായ്പ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ലോൺ അടച്ചോ എന്ന് പറയാൻ 50 വർഷം കൊണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഇടപെടുകയാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ ഇടപെടുകയാണ്. ശ്രീ VK സനോജ്, ശ്രീ കൃഷ്ണദാസ് ഒന്ന് വഴങ്ങണേ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പറയുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതൊരു തീരുമാനം ഉണ്ടാവില്ല. അടുത്തിട്ട് അബിൻ വർക്കി 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ഇന്റർ മിനിസ്റ്റീരിയൽ സമിതി എന്റെ അവസരത്തിൽ ശരി, ശ്രീ സനോജ് ശരിയാണ്, അങ്ങയുടെ അവസരമായിരുന്നു. ശ്രീ കൃഷ്ണദാസ് ഇടപെട്ടതാണ്.
അങ്ങയുടെ അവസരമാണ് ശ്രീ കൃഷ്ണദാസ് തടസ്സപ്പെടുത്താണ്. പക്ഷെ ഞാനിത് തുടർച്ചയായി നിങ്ങൾ രണ്ടുപേരോടും പറഞ്ഞു. എനിക്ക് മറുപടി പറയാനുള്ള അവസരം വന്നപ്പോൾ കൃഷ്ണദാസ് അല്ല, ശ്രീ കൃഷ്ണദാസ് അവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? അങ്ങ് പറയുന്ന എല്ലാ കാര്യങ്ങളോടും കുറച്ച് ഐക്യപ്പെട്ടല്ല ശ്രീ വി കെ സനോജ് മിണ്ടാകുന്നത്. അതൊരു ജനാധിപത്യ പ്രശ്നമുണ്ട് കേട്ടോ. അങ്ങ് പറയുന്ന എല്ലാ കാര്യങ്ങളോടും ഐക്യപ്പെട്ടിട്ടല്ല ശ്രീ വി കെ സനോജ് മിണ്ടാതിരുന്നത്. അപ്പൊ അദ്ദേഹം സംസാരിക്കുമ്പോൾ മിണ്ടാതിരിക്കാന്ന് പറയുന്നത് അങ്ങയുടെ ഉത്തരവാദിത്തമാണ്. അല്ല, എന്റെ സമയത്തും ഇടപെട്ടപ്പോ നിങ്ങൾ മിണ്ടിയില്ലല്ലോ. എന്റെ സമയത്തും ഇതേ സനോജ് ഇടപെട്ടപ്പോ മാധു മിണ്ടിയോ? എന്റെ സമയത്തും ഇതേ സനോജ് ഇടപെട്ട സമയത്തും അതാണ് ഞാൻ പറയുന്നത്. വി കെ സനോജ് ചോദിച്ചു ശരിയാണ്. വി കെ സനോജ് ചോദിച്ചു തുടർച്ചയായി പോയപ്പോഴാണ് ഇപ്പോഴും ഞാൻ ഇടപെട്ടത്. തുടർച്ചയായി പോയപ്പോഴാണ് ഇപ്പോഴും ഞാൻ ഇടപെട്ടത്. ഞാൻ ആവർത്തിച്ച് നിങ്ങൾ രണ്ടുപേരോടും പറഞ്ഞില്ലേ? കേട്ടോ? കൃഷ്ണദാസ് വാദങ്ങൾ പൊളിഞ്ഞപ്പോ, കൃഷ്ണദാസിന്റെ വാദങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പൊളിഞ്ഞു പോയപ്പോ കൃഷ്ണദാസ് എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഞാൻ ഇടപെടുകയാണ്. ഇനി അടുത്ത ശ്രീ വി കെ സനോജ് വഴങ്ങണം പ്ലീസ്. ശ്രീ വി കെ സനോജ് വഴങ്ങണം. അല്ല മാധു, പറയൂ മാധു. എനിക്ക് പറയാനുണ്ട് മാധു. കൃഷ്ണദാസ് പറഞ്ഞ ഒന്നാമത്തെ പച്ചക്കള്ളം വയനാട് ദുരിതബാധിതർക്ക് കൊടുക്കാൻ വേണ്ടി കേന്ദ്രം പണം അനുവദിച്ചു എന്നാണ്. ഞാൻ പറഞ്ഞു കേന്ദ്രം 1 രൂപ അനുവദിച്ചിട്ടില്ല. കൃഷ്ണദാസ് പറയുന്നത് SDRF അനുവദിച്ചു എന്നാണ്. 145.6 കോടി രൂപ 2 തവണ അനുവദിച്ചു. അതെല്ലാം നേരത്തെ കമ്മിറ്റ് ചെയ്ത പണമാണ്. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിൽ വിവിധങ്ങളായ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ എല്ലാ കാലവും കൊടുക്കുന്ന തുകയാണ്. ആ തുകയിൽ നിന്ന് വയനാട് ദുരിതബാധിത പ്രദേശത്ത് പണം ചെലവഴിക്കാൻ പണം എടുത്തു എന്ന് പറഞ്ഞാൽ പണം എടുക്കാൻ കഴിയില്ല. SDRFന്റെ മാനദണ്ഡങ്ങളുണ്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ പണം ഉപയോഗിക്കാൻ കഴിയില്ല. അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും. പിന്നെ പ്രധാനമന്ത്രി അവിടെ വന്ന് നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും 5 പൈസ കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് കള്ളമാണോ? പ്രധാനമന്ത്രി പോയ സ്ഥലത്തെല്ലാം പണം കൊടുത്തില്ലേ? ഈ വയനാട് ദുരന്തമുണ്ടായ ഘട്ടത്തിലല്ലേ മണിപ്പൂരിൽ ദുരന്തമുണ്ടായത്, ത്രിപുരയിൽ ദുരന്തമുണ്ടായത്, ആസാമിൽ പ്രശ്നമുണ്ടായത്, ബീഹാറിൽ പ്രശ്നമുണ്ടായത്? അവിടെയെല്ലാം വലിയ പ്രൊജക്ട് കിട്ടിയിട്ടാണോ പണം കൊടുത്തത്? ഒരു പ്രൊജക്ടും കിട്ടിയിട്ടില്ല. പ്രധാനമന്ത്രി സെൻട്രൽ ടീം പോകുന്ന സമയത്ത് ഞാൻ വരാം. ശ്രീ സരോജ, നിങ്ങൾ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. ഞാൻ വരാം. ശ്രീ അബിൻ വർക്കി, ഈ പറയുന്ന IMCT പോയി ഇവിടുത്തെ കാര്യങ്ങൾ കണ്ട് പഠിച്ച് ഒക്കെയാണ് റിപ്പോർട്ട് കൊടുക്കുന്നതിനനുസരിച്ച് പണം മറ്റുള്ള ഇടങ്ങളിൽ കൊടുത്തത്. ആ കണക്ക് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അസാമിന് 716 കോടി കൊടുക്കുന്നത് IMCTയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. ഈ പറയുന്ന സമിതി ചെണ്ടകൊട്ടി ഇവിടെയും വന്നു പോയിരുന്നു. ഇവിടെ ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. ഈ 145 കോടി വീതം 2 തവണ കൊടുക്കുന്നത് SDRFിലേക്കാണ്. SDRFിലുള്ള പണം ആവർത്തിച്ച് എത്ര തവണ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. SDRFിലുള്ള പണം റിലീഫ് പ്രവർത്തനങ്ങൾക്കാണ് ചെലവഴിക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് ചെലവഴിക്കാൻ കഴിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ചെലവഴിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് പണം ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ IMCTയുടെ റിപ്പോർട്ട് പ്രകാരം മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാം. ഇനി ബജറ്റുമായി ബന്ധപ്പെട്ട് അന്ന് കേന്ദ്ര ബജറ്റ് വന്ന ദിവസത്തെ മാതൃഭൂമിയുടെ ചർച്ച എടുത്ത് നോക്കിക്കോളൂ. അന്നത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞിട്ടുള്ളത് ബജറ്റിൽ കൊടുക്കാറില്ല എന്നാണ്. ബജറ്റിൽ നിർമ്മല സീതാരാമൻ കൊടുത്തിരിക്കുന്ന ഈ കഴിഞ്ഞ തവണ ഇടക്കാല ബജറ്റിൽ ബീഹാറിന് പണം കൊടുത്തതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഫ്ലഡ് റിലീഫിന് നിർമ്മല സീതാരാമൻ അതേ ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ കൃത്യമായി എടുത്തു പറയാൻ കഴിയും. ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് കൊടുത്തത് എന്നത് പറയാൻ കഴിയും. ബീഹാറിന് കൊടുത്തു, അസമിന് കൊടുത്തു, ഹിമാചലിന് കൊടുത്തു, ഉത്തരാഖണ്ഡിന് കൊടുത്തു, സിക്കിമിന് കൊടുത്തു. കേരളത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇതൊന്നും ഈ കള്ളങ്ങളുടെ പട്ടികയിൽ വരില്ലേ? ഒരു 1-2 കാര്യങ്ങൾ വ്യക്തമാക്കി പോകേണ്ടതുണ്ട്. നമ്മൾ ഈ കുറേ കോടികളുടെ കണക്കും NDRF SDRF ഇങ്ങനെ കുറേ കാര്യങ്ങളും പറഞ്ഞു പോയാൽ ഇത് കേൾക്കുന്നവർക്ക് യാതൊന്നും മനസ്സിലാവില്ല. ഇതിലിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ? നമ്മൾ വയനാട് ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാരിനോട് സഹായം ചോദിച്ചു. സ്വാഭാവികമായിട്ട് അവർ ചെയ്യേണ്ട സഹായമാണ്, അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്തിരിക്കുന്ന സഹായമാണ്. ആ സഹായം 1 രൂപ പോലും ഇതേവരെ കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തം. അത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ BJPയുടെ പ്രതിനിധി പറഞ്ഞു 145 കോടി രൂപ വെച്ച് 2 പ്രാവശ്യം കൊടുത്തു. ആ 145 ഇനിയിപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായിട്ടില്ല എന്ന് വെക്കുക. ഫോർ എക്സാമ്പിൾ, വയനാട് ദുരന്തം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ കൊടുത്തു എന്ന് പറയുന്ന 250 കോടി രൂപ കേരളത്തിന് കൊടുക്കാതിരിക്കാൻ പറ്റുമായിരുന്നോ? കാരണം ഒരു വർഷം കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുക്കേണ്ട റിലീഫ് തുകയുടെ തുക മാത്രമാണ് ഈ 250 കോടി. അത് വയനാട് ദുരന്തം ഉണ്ടായാലും കൊടുക്കണമായിരുന്നു, ഉണ്ടായില്ലെങ്കിലും കൊടുക്കണമായിരുന്നു. നിങ്ങൾ ചെയ്ത ആകെ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഡിസംബറിൽ കൊടുക്കേണ്ടിയിരുന്ന ആ റിലീഫ് തുക 2 മാസം മുന്നേ വയനാട് ദുരന്തം കണക്കിലെടുത്ത് കൊടുത്തു, അഡ്വാൻസായി കൊടുത്തു എന്നത് മാത്രമാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഇനി ഇതിവിടെ നിൽക്കട്ടെ.
സംസ്ഥാന സർക്കാർ രണ്ടാമത് ആവശ്യപ്പെട്ടത് അടിയന്തര ധനസഹായമാണ്. അടിയന്തര ധനസഹായമായി 215 കോടി രൂപ ആവശ്യപ്പെട്ടു. എന്തിനാണ് അടിയന്തര ധനസഹായം? ഈ ആളുകളുടെ ലോണുകൾ അത് എഴുതി തള്ളുക. ഈ ആളുകൾക്കുള്ള മോട്ടോർ വെഹിക്കിൾ ലോണുകൾ, വീട്ടിലെ ലോണുകൾ, പ്രോപ്പർട്ടി ലോണുകൾ, ആളുകൾ മുഴുവൻ മരിച്ചുപോയി, ആകെ ഒരു തരി മാത്രം ബാക്കിയുള്ളവരുടെ വീടുകളിലേക്ക് ലോണിന്റെ നോട്ടീസ് വന്നുകൊണ്ടിരുന്നപ്പോൾ അത് എഴുതി തള്ളുക. അത് കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. 2, അവർ ആവശ്യപ്പെട്ടിരുന്നത് ഇമ്മീഡിയറ്റ് റിലീഫാണ്. ഒരു അടിയന്തര ധനസഹായം എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന സർക്കാരിന് പണം കൊടുക്കുക. അപ്പം ഈ വക കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടുകൾ അത് തീർത്തും നിഷേധാർഹമായിരുന്നു എന്ന് മാത്രമല്ല ഒറ്റപ്പണവും കൊടുത്തില്ല. ഇനി 3, അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞ ന്യായീകരണം, ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഞങ്ങൾ പണം കൊടുക്കും, നിങ്ങൾ റിപ്പോർട്ട് തരാത്തത് കൊണ്ടാണ് പണം തരാത്തത് എന്നുള്ള ന്യായീകരണമായിരുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞത്. അങ്ങനെയാണ് ഈ PDNA എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ്സ് എന്ന റിപ്പോർട്ട് ഒരു ദുരന്തമുണ്ടായി കഴിഞ്ഞ് കൃത്യമായി സംസ്ഥാന സർക്കാർ കൊടുത്തു. ഈ PDNA റിപ്പോർട്ടിലാണ് നമ്മൾ 2219 കോടി രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതെന്തിനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? പൂർണ്ണമായി വയനാടിനെ പുനരുദ്ധീകരിക്കുക എന്നുള്ള പദ്ധതിക്ക് വേണ്ടിയാണ് ഇത് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ BJPയുടെ പ്രതിനിധിയോട് ചോദിക്കുന്നു, ഈ PDNA റിപ്പോർട്ട് കിട്ടി ഇത്ര മാസം കഴിഞ്ഞിട്ടും, ഏതാണ്ട് നവംബർ ഡിസംബർ മാസത്തിൽ കൊടുത്തതാണ്, 3 മാസം കഴിഞ്ഞിട്ടും ഈ PDNA റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ രൂപ ഈ സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടില്ല. അതാണ് 3ാമത്തെ കാര്യം. ഇനി 4, ഇപ്പൊ സംഭവിച്ചത് എന്താ? ശ്രീ BJPയുടെ പ്രതിനിധി ഇവിടെ വഴിതെറ്റിക്കണ്ട. എന്താണെന്ന് പറയാം, ഗ്രാൻഡും ലോണും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രാൻഡാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉത്തരാഖണ്ഡിന് കൊടുത്തതുപോലെ, നിങ്ങൾ തമിഴ്നാട്ടിന് കൊടുത്തതുപോലെ, നിങ്ങൾ ഉത്തർപ്രദേശിന് കൊടുത്തതുപോലെ ഈ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു ദുരന്തമുണ്ടായി കഴിയുമ്പോൾ ആ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഗ്രാൻഡ് കൊടുക്കുന്നു. 2219 കോടി രൂപ PDNA റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന് എത്രയാണോ കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കാൻ പറ്റുന്ന ഗ്രാൻഡ്, ആ ഗ്രാൻഡിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഈ SASCI സ്കീം എന്ന് പറഞ്ഞാൽ ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടി ഈ രാജ്യത്ത് സർക്കാർ മുടക്കുന്ന പണമാണ്. എന്ന് പറഞ്ഞാൽ ഐക്കോണിക് ടൂറിസ്റ്റ് ആൻഡ് ഡെസ്റ്റിനേഷനുകൾ ഗ്ലോബൽ ലെവലിലേക്ക് ഉയർത്താൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഈ 2 പദ്ധതി, ഇപ്പോൾ ഈ നിങ്ങൾ പറയുന്ന പോലെ വയനാട് ചൂരൽമല മേഖലയിലെ 3 പദ്ധതികൾ മാത്രമല്ല ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പൊ അഷ്ടമണി ബയോഡൈവേഴ്സിറ്റി ഓഫ് എക്കോ റിക്രിയേഷണൽ ഹബ് കൊല്ലം എന്ന പദ്ധതി ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതേ റിപ്പോർട്ടിൽ തന്നെയാണ്. മലബാർ ഗേറ്റ് വേ എന്ന് പറഞ്ഞ സർഗാലയ എന്നുള്ള പേരിൽ വീണ്ടും അനുവദിച്ചിട്ടുണ്ട്. അത് ലോണാണ്. അത് ലോണായിട്ട് അതിൽ തന്നെ 2 വ്യത്യാസമുണ്ട്. ഈ പദ്ധതികൾക്കൊക്കെ ലോണായിട്ടാണോ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ആ പദ്ധതികൾക്ക് ഫണ്ടും ഇതിന് ലോണുമാണോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും സംസ്ഥാനത്തെ ഒരു ടൂറിസ്റ്റ് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററിൽ ഒരു റോഡ് പണിയുന്നതും വയനാട് ദുരന്തത്തിന്റെ ഗ്രാൻഡ് തമ്മിൽ വ്യത്യാസമുണ്ട്. സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ആൻഡ് ഡെസ്റ്റിനേഷനിൽ ഒരു കെട്ടിടം പണിയുന്നതും വയനാട് ദുരന്തവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾക്ക് വേണ്ടത് വയനാട് ദുരന്തത്തിന്റെ ദുരന്ത നിവാരണത്തിലുള്ള ഗ്രാൻഡാണ്. PDNA റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഗ്രാൻഡാണ്. ആ ഗ്രാൻഡിൽ 1 രൂപ പോലും തന്നിട്ടില്ല എന്നത് മാത്രമല്ല, ഇന്നേ വരെ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം കേന്ദ്ര സർക്കാരിന്റെ കള്ളക്കളിയും കെടുകാര്യസ്ഥതയും അവഗണനയുമാണ് കേരളം നേരിടുന്നത്. ഈ 250 കോടി തന്നു എന്ന് പറയുന്നത് തന്നെ കേരളത്തിന് അവകാശപ്പെട്ടതായിരുന്നു. അതല്ലാതെ സംസ്ഥാനത്തിന് ഒരൊറ്റ രൂപ വയനാടുമായി ബന്ധപ്പെട്ട് തന്നിട്ടില്ല. ഇത് BJP പറയുന്നത് പച്ചക്കള്ളമാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. പിന്നെ K. സുരേന്ദ്രൻ എന്ന് പറയാണ് 530 കോടി രൂപ 50 കൊല്ലം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതിയല്ലോ എന്ന്. എന്ത് വിവരക്കേടാണ് ഇദ്ദേഹം പറയുന്നത്? കാരണം സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ടൂറിസം ഡെസ്റ്റിനേഷനിൽ, അത് ചിലപ്പോൾ അഷ്ടമുടിയിലാവാം, ഇല്ലെങ്കിൽ മലബാറിലാവാം, ഇല്ലെങ്കിൽ വയനാട്ടിലാവാം, അവിടെ ഏതെങ്കിലും പണം കൊടുക്കുന്നതും വയനാട് ദുരന്തവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഈ വയനാട് ദുരന്തത്തിന്റെ മേൽ ഈ പറയുന്ന ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഏതെങ്കിലും ഒരു ഫണ്ട് കൊടുത്തതും വയനാടുമായി ഇവിടെ ബന്ധിപ്പിക്കുന്നത് ശരിയല്ല. പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി പറയുകയാണ്, ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സംസ്ഥാനത്തല്ല രാജ്യത്തെ ടൂറിസം ഡെസ്റ്റിനേഷനിൽ റോഡ് പണിയാനും തോട് പണിയാനും കെട്ടിടം പണിയാനും റിക്രിയേഷണൽ ക്ലബ്ബ് പണിയാനും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രകാരമുള്ള ഒരു തുകയാണ് കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം കൊടുക്കേണ്ട വയനാട് റിലീഫ് പാക്കേജോ PDNA റിപ്പോർട്ട് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിനുള്ള 1 രൂപ പോലും കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല. അത് കേന്ദ്രം കേരളത്തിൽ ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്ന സത്യവാങ്മൂലത്തിൽ വളരെ
കൃത്യമാണ്. അഡ്വക്കേറ്റ് അബിൻ വർക്കി. ശ്രീ കൃഷ്ണദാസ്, ഇപ്പോ സംസ്ഥാനം ഡീറ്റെയിൽ ആയിട്ടുള്ള PDNA സമർപ്പിച്ചില്ല എന്നുള്ളതായിരുന്നു ഒരു സമയത്തുണ്ടായിരുന്ന ആരോപണം. 3 മാസം എടുക്കുന്നു സംസ്ഥാനം PDNA സമർപ്പിക്കാൻ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അന്നത്തെ ഒക്കെ ചർച്ചകളിൽ, അന്ന് വയനാടിന് കേന്ദ്രം പണം അനുവദിക്കാതിരിക്കുന്ന സമയത്ത് ഒക്കെ വലിയ തോതിൽ ആരോപണങ്ങൾ വന്നപ്പോൾ പറഞ്ഞത് PDNA സമർപ്പിക്കാൻ വൈകി എന്നുള്ളതാണ്. അന്ന് ശ്രീ VK സനോജ് ചർച്ചയുടെ ഭാഗവുമായിരുന്നു. അപ്പോൾ അസമൊക്കെ 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന PDNA സമർപ്പിച്ചത്, അതിനു മുൻപ് തന്നെ അവർ കേട് കൊടുത്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അന്ന് CPM വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. പക്ഷെ അതിനുശേഷം ഈ പറയുന്ന വിശദമായ PDNA സമർപ്പിച്ചതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞിരിക്കുന്നു? ഇനി ഈ പറയുന്ന 529 കോടി രൂപ സംസ്ഥാനം ആവശ്യപ്പെട്ട വായ്പ പ്രകാരം നൽകിയതാണ് എന്നോ ഈ പറയുന്ന വിനോദസഞ്ചാര വികസനത്തിന് വേണ്ടി നൽകിയതാണോ എന്നോ ഇരിക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. അതിനുശേഷവും വയനാട് പ്രശ്നം അവിടെ തന്നെ നിൽക്കുകയാണല്ലോ. ഈ പറയുന്ന ബജറ്റിൽ പ്രഖ്യാപനമില്ല, അതിനുശേഷമുള്ള പ്രഖ്യാപനമില്ല. ഇനി സംസ്ഥാനത്തിന്റെ കയ്യിലുള്ള ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് മുഴുവൻ ചെലവഴിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കേരളം കൊടുത്ത പണം മുഴുവനും എടുത്ത് ചെലവഴിച്ചതിനും ശേഷം വേണമെങ്കിൽ ഞങ്ങൾ നോക്കാം എന്നുള്ളതാണോ? അങ്ങനെ പറഞ്ഞില്ലല്ലോ, അങ്ങനെ ഒരു വ്യാഖ്യാന വിധനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാരടക്കം ഭരിക്കുന്ന പഞ്ചായത്തുകളല്ലേ അവിടെ ഉള്ളത്? എവിടെ ലിസ്റ്റ്? ഇതിൽ ദുരിതമനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളുടെ ലിസ്റ്റ് ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഗവൺമെൻറ് എല്ലാം കൂടി തയ്യാറാക്കിയല്ലോ. ആ ലിസ്റ്റിൻ്റെ സ്ഥിതി എന്താ? ബഹുമാനപ്പെട്ട മാധു അതൊന്ന് ഇടതുപക്ഷത്തിൻ്റെ വലതുപക്ഷത്തിൻ്റെ അവർ ഭരിക്കുന്ന പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംസ്ഥാന ഗവൺമെൻറ്റൊക്കെ ഉണ്ടല്ലോ. 7.5 മാസം 8 മാസം ആയല്ലോ. കേന്ദ്ര ഗവൺമെൻറ് PDNA റിപ്പോർട്ട് കൊടുത്തിട്ട് പണം കൊടുത്തിട്ടില്ല. അതിൻ്റെ റിപ്പോർട്ട് അസസ്മെൻറ്റ് നടത്തി അത് മണിപ്പൂരിനൊക്കെ ലിസ്റ്റ് കിട്ടിയാണോ പണം അനുവദിച്ചത്? അല്ല, എനിക്കറിയില്ല. അത് അവിടുത്തെ മുഖ്യമന്ത്രിമാരോടും അവിടുത്തെ ആളുകളോടും അടിസ്ഥാനത്തിലാണ് പണം കിട്ടിയത് എന്നുള്ളതാണോ? അല്ല, ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാരോടോ ആ അല്ല, കൊടുത്തത് എല്ലാം പഞ്ചായത്തിന്റെ ലിസ്റ്റ് നോക്കിയിട്ടാണോ? ദിവസങ്ങൾക്കകം കൊടുത്തല്ലോ നിങ്ങൾ പണം. അല്ല, അടിയന്തര ധനസഹായം കൊടുത്തല്ലോ. കഴിഞ്ഞ തവണത്തേത് പോലെ തന്നെ തർക്കത്തിലേക്ക് നിങ്ങൾ ഉത്തരം പറയണം. അല്ല, ഞാനതാണ് കേരളത്തിലെ പഞ്ചായത്ത് ഞാനതാണ് അടിയന്തര സഹായം കൊടുത്തോ നിങ്ങൾ? അടിയന്തര ധനസഹായം ലിസ്റ്റ് നോക്കിയിട്ടാണോ കൊടുക്കുക? അല്ല, അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പറയാനാണെങ്കിൽ ഇവിടെ പിണറായി വിജയൻ പറഞ്ഞ പോലെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ നീളത്തിൽ. അല്ല, ഞാൻ ചിരിച്ചത് എൻ്റെ സമയത്തിൽ ഇടപെട്ടപ്പോൾ ഞാൻ ഇടപെട്ടത് നേരത്തെ ചോദിച്ചതുകൊണ്ട് ചിരിച്ചത് മാത്രം, അല്ലാതെ ഈ വിഷയവുമായി അതിനെ കൂട്ടിക്കുഴക്കണ്ട. ഞാൻ തിരിച്ചു ചോദിച്ചത് ആ സംസ്ഥാനത്തെ ഏതെങ്കിലും ആളുകൾക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരോട് ഇവിടുത്തെ മുഖ്യമന്ത്രി ചോദിക്കണം. എന്താ തെറ്റുള്ളത്? മാധുവിനും ചോദിക്കാം, നിങ്ങളുടെ റിപ്പോർട്ടർമാർക്ക് ആ സ്ഥാനത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് പണം കിട്ടിയത്? അങ്ങനെ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരോടല്ല ചോദിക്കേണ്ടത്, ഇവിടുത്തെ മുഖ്യമന്ത്രി ചോദിക്കേണ്ടത് കേന്ദ്രത്തോടാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രി ചോദിക്കേണ്ടത് ഇവിടെ വന്ന് ഞങ്ങൾ സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചു പോയ പ്രധാനമന്ത്രിയോടാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ആ തെരച്ചിലിന് നടത്തിയിട്ടുള്ള കേന്ദ്രത്തിന്റെ ചെലവ് വേറെ, അടപ്പിച്ചവരെ ഇവര് എന്നിട്ട് പറയുന്നത് പഞ്ചായത്തിന് അദ്ദേഹം പറയട്ടെ. അല്ല, അദ്ദേഹം നേരത്തെ തന്നെ തടസ്സപ്പെടുത്തിയല്ലോ സമയം പറഞ്ഞതിനെ കുറിച്ച് നേരത്തെ. അല്ല, ഞാനത് കൊണ്ടാണല്ലോ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണല്ലോ. ഞാൻ ഞാൻ വേണ്ട തടസ്സപ്പെടുത്തിക്കൊള്ളാനാ പറഞ്ഞത്. ഞാൻ തിരിച്ച് ഒന്നാമത്തെ കളവ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കാശ് അനുവദിച്ചു എന്നാണ്. മറുപടി കേൾക്കാൻ കഴിയുകയുള്ളൂ. ഇതിപ്പോ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാനേ കഴിഞ്ഞില്ല. അത് കേട്ടാലല്ലേ മറുചോദ്യം ചോദിക്കാൻ പറ്റൂ. ശ്രീ കൃഷ്ണദാസ് പൂർത്തിയാക്കണം. അല്ല, ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. കളവ് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളുടെ സംസ്ഥാനത്തിന് പണം കിട്ടുന്നതിനെ സംബന്ധിച്ചോ സംസ്ഥാനത്തിലേക്ക് പണം വരുന്നതിനെ സംബന്ധിച്ചോ ഇവിടെ ആരും എതിരല്ലല്ലോ. അവിടെയാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബെനിഫിഷ്യറീസ് ലിസ്റ്റ് പോലും പൂർണ്ണമായും തയ്യാറാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലിരുന്നുകൊണ്ടാണ്
നമ്മൾ പണം എവിടെ എന്ന് ചോദിക്കുന്നത്. ഇനി രണ്ടാമത്തത് PDNA റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ആ PDNA റിപ്പോർട്ട് അതിൻ്റെ കമ്മിറ്റിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാകുമ്പോൾ അത് കൃത്യമായി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഒരു ധാരണക്കുറവ് ഞങ്ങൾക്ക് ആ കാര്യത്തിനകത്തില്ല. പിന്നെ അതിനെ തുടർന്ന് മറ്റൊരു സംസ്ഥാനത്തിന് കൊടുത്തില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയാണ് പണം എന്ന് ചോദിച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. ആ സംസ്ഥാനങ്ങൾക്ക് എപ്പോഴാണ് പണം കിട്ടിയത്, എങ്ങനെയാണ് പണം കിട്ടിയത് എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കല്ല, അത് സംസ്ഥാന ഗവൺമെന്റിനാണ്. അതിനുള്ള പ്രതിനിധി അവിടെ ഡൽഹിയിൽ ഉണ്ടല്ലോ. സംസ്ഥാന ഗവൺമെന്റ് അങ്ങോട്ട് ചോദിക്കുന്നത് കേന്ദ്രത്തോടാണ്. കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ പ്രതിനിധിയുമായുള്ള അങ്ങ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും അങ്ങേക്ക് മറുപടി പറയാൻ കഴിയും. ഈ എന്തുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നു, ഇവിടെ കിട്ടുന്നില്ല എന്ന ചോദ്യം PDNA മാത്രമല്ല. അതാണ് പറഞ്ഞത്, അസമിലൊക്കെ പ്രശ്നമുണ്ടായപ്പോൾ ഈ പറയുന്ന ഇന്ത്യൻ മിനിസ്റ്റീരിയൽ സമിതി പോയി റിപ്പോർട്ട് കൊടുത്ത് ഉടനെയാണ് കൊടുക്കുന്നത്. അതും കഴിഞ്ഞ് PDNA റിപ്പോർട്ടും കഴിഞ്ഞ് മാസങ്ങളും കഴിഞ്ഞിട്ടും ഈ 145 കോടി വീതം 2 തവണ കൊടുത്തതിനപ്പുറത്തേക്ക് വയനാട് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായെങ്കിൽ അങ്ങ് ആ പണം അലോക്കേറ്റ് ചെയ്തതിന്റെ ആ വിവരം ഒന്ന് വായിച്ചാൽ മതി. നമുക്ക് ശ്രീ സരോനോട് ചോദിക്കാം, നിങ്ങൾ എന്താ ഈ പൈസ ചെലവാക്കാത്തത്? അല്ല, ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, PDNA റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ അവർക്ക് പണം പെട്ടെന്ന് കിട്ടാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് ആ സംസ്ഥാനങ്ങളിലൂടെയല്ലേ ചോദിക്കേണ്ടത്. വിതരണം ചെയ്യലല്ലോ, കേന്ദ്ര സർക്കാർ കൊടുത്ത പണമല്ലേ. അപ്പൊ കേന്ദ്ര സർക്കാർ അവർക്ക് കൊടുത്തു, നമുക്ക് കിട്ടിയില്ല, അത് കേന്ദ്രത്തോടാണ് ചോദിക്കേണ്ടത്. അങ്ങനത്തെ മുട്ടായുക്തിയാണ് ഈ പറയുന്നത്. നിങ്ങളതിനെ പറഞ്ഞത് ആ സംസ്ഥാനങ്ങൾ അതിന്റെ കൂടെ കൊടുക്കേണ്ട പദ്ധതികൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ? പറഞ്ഞോളൂ. ദിവസങ്ങൾക്കുള്ളിലാണ് റിപ്പോർട്ടൊന്നും ആവശ്യപ്പെടാതെ തന്നെ നിങ്ങളുടെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചോദിക്കുന്ന ചോദ്യം, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് PDNA റിപ്പോർട്ട് പ്രകാരം കൊടുത്തു, കണക്ക് കൊടുത്തു, എന്നിട്ടും തരുന്നില്ല. ആ റിപ്പോർട്ടിന് ശേഷമാണ് കേന്ദ്ര ബജറ്റ് നടന്നത്. ആ കേന്ദ്ര ബജറ്റിലും 1 രൂപ പോലും പറയുന്നില്ല, കേരളം എന്ന വാക്കേ പറയുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുകയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യമാണ്, അതിന് നിങ്ങൾ ഉത്തരം പറയൂ. ബഹുമാനപ്പെട്ട മാധു, ഞാൻ ഉത്തരം പറയൂ ചോദിച്ചെന്ന് ബഹുമാനപ്പെട്ട മാധു. അതായത് ബെനിഫിഷ്യറീസ് ലിസ്റ്റ് പോലും പൂർത്തിയായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ പ്രധാനമന്ത്രിയെ തന്നെ അയച്ച് സന്ദർശനം നടത്തി വിവരങ്ങൾ ശേഖരിച്ച് അതുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും ശേഖരിച്ചിട്ട് 8 മാസം കഴിഞ്ഞു. എന്നിട്ട് 1 രൂപ പോലും വയനാടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊടുത്തിട്ടില്ല എന്ന ആരോപണമാണ് ഞാൻ ഉന്നയിക്കുന്നത്. കൊടുത്തു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഏത് അക്കൗണ്ടിൽ കൊടുത്തു എന്ന് പറയുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് വയനാടിന്റെ പേരിലല്ല മിസ്റ്റർ. ആ ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചത് ശ്രീ വി കെ സനോജ്. ശ്രീ കൃഷ്ണദാസ് കൺക്ലൂഡ് ചെയ്യട്ടെ, പറയൂ ശ്രീ കൃഷ്ണദാസ് പറയൂ. ബഹുമാനപ്പെട്ട മാധു, ഞാൻ അദ്ദേഹം പറഞ്ഞതിനുള്ള വ്യക്തമായ ഉത്തരമാണ് പറഞ്ഞത്. PDNA റിപ്പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും അത് ബോധ്യപ്പെട്ടതിന്റെ കണക്കുകൾ പരിശോധിച്ച് അതിന് പണം കിട്ടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ ബെനിഫിഷ്യറീസ് ലിസ്റ്റ് വേണ്ടേ? അതായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ഒരു ഫൈനൽ ബെനിഫിഷ്യറി ലിസ്റ്റ് റിപ്പോർട്ട് പോലും വാങ്ങിക്കാതെ നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് ആസാമിനും ബീഹാറിനും തമിഴ്നാടിനും മനസ്സിലായില്ലെങ്കിൽ ശരി, മനസ്സിലാകില്ല എന്ന് നിർബന്ധ ബുദ്ധി പിടിച്ച ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് ശ്രീ അഡ്വക്കേറ്റ് അബിൻ വർക്കിയിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു ദുരിതമുണ്ടായാൽ അത് ബാധിക്കപ്പെട്ട ജനങ്ങളുടെ സമഗ്രമായ ആവശ്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഒരു PDNA റിപ്പോർട്ട് പറയുന്നത്. അതിന്റെ ലിസ്റ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് ആ റിപ്പോർട്ടിന്റെ ആധികാരികതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. അതിലേക്ക് ഞാൻ പോകുന്നുമില്ല. അഡ്വക്കേറ്റ് അബിൻ വർക്കി, ഇപ്പോൾ ഈ 16 പ്രോജക്റ്റ്, അത് അങ്ങ് പറയുന്നത് പോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി ചെലവഴിക്കുന്ന പണം എന്ന് പറയുന്ന ഒരു തലക്കെട്ടിലാണ് റിലീസ് ചെയ്തിട്ടുള്ളെങ്കിൽ നമുക്കറിയാവുന്നതാണ് ഈ പറയുന്ന വയനാട് മേഖലയിലെ, ഉരുൾപൊട്ടൽ മേഖലയിലെ നഷ്ടപ്പെട്ടു പോയ സംരംഭങ്ങളെ വീണ്ടും പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള. അതിപ്പോൾ അതിൽ 6 ഹെലിപ്പാഡുകളുടെ നിർമ്മാണം ഒക്കെ പറയുന്നുണ്ട്. ഈ 6 ഹെലിപ്പാഡുകളുടെ നിർമ്മാണം എന്നൊക്കെ പറയുന്നത് 45 ദിവസത്തിനകം പൂർത്തീകരിക്കണം എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ മേഖലയിൽ ഇത്രയും സമഗ്ര വികസനത്തിന്റെ മുഴുവൻ രൂപരേഖ തയ്യാറാക്കാൻ പോലുള്ള സമയം ഈ ഫണ്ട് വിനിയോഗത്തിന് അനുവദിക്കുന്നില്ല. അല്ല, തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് ആദ്യം പറഞ്ഞത്. നമ്മുടെ മുമ്പിലൊരു നല്ല ബിരിയാണി കൊണ്ടുവച്ചിട്ട് ഈ ബിരിയാണി 30 സെക്കൻഡിനുള്ളിൽ തിന്നു തീർക്കണം, ഇല്ലെങ്കിൽ ഞാൻ എടുക്കും എന്നൊരാൾ പറഞ്ഞാൽ നമുക്കത് തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഫണ്ട്. ഈ പറയുന്ന ഈ പറഞ്ഞ 530 കോടി രൂപയുടെ ഫണ്ടെന്ന് പറഞ്ഞാൽ അതിനി എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ആ എസ്റ്റിമേറ്റ് കരാറായി മാറണമെങ്കിൽ ടെൻഡർ നടപടികളിലേക്ക് പോകണം.
ആ ടെൻഡർ നടപടികൾക്ക് തന്നെ മിനിമം ഇത്ര ദിവസം ടെൻഡറിങ് നടത്തണമെന്നുണ്ട്. ആ ടെൻഡറിങ് നടത്തി കഴിഞ്ഞത് ഒരാൾ എടുക്കണം, ആദ്യം എടുത്തില്ലെങ്കിൽ വീണ്ടും റീടെൻഡർ നടത്തേണ്ടി വരും. ഇങ്ങനെ എടുത്തു കഴിഞ്ഞവർ പണി തുടങ്ങി പണി പൂർത്തീകരിക്കാൻ ആകെ 45 ദിവസമാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് ന്യായീകരണം ഉള്ളത്? പിന്നെ അദ്ദേഹം പറഞ്ഞത് സ്പിൽ ഓവറായി അടുത്ത കൊല്ലത്തേട്ട് പോകുമെന്നാണ്. അങ്ങനെയല്ല ഈ ഫണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന രീതിയിലാണെങ്കിൽ, കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഓർഡർ വെച്ചാണെങ്കിൽ എക്സ്പെൻഡിച്ചർ ആക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പെൻഡിച്ചർ ആക്കണമെന്ന് പറഞ്ഞാൽ ഈ 45 ദിവസത്തിനുള്ളിൽ പണി തീർത്ത് ബില്ല് മാറി ട്രഷറിയിൽ നിന്ന് ഈ പണം പിൻവലിക്കപ്പെടണം എന്നാണ് കൃത്യമായി എക്സ്പെൻഡിച്ചർ ആക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഫണ്ടിനെ കുറിച്ചാണ് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 530 കോടി രൂപയുടെ മറവിൽ ഞങ്ങൾ കേന്ദ്ര സർക്കാർ എന്തോ വയനാടിനെ സഹായിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ തട്ടിപ്പ്. കാരണം ഒറ്റ രൂപ പോലും കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ബിജെപിയുടെ പ്രതിനിധി ഇവിടെ ലിസ്റ്റിന്റെ കാര്യമാണ്. ലിസ്റ്റിൽ അപര്യാപ്തതയുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ലിസ്റ്റിന്റെ കാര്യത്തിൽ അവിടെ തർക്കങ്ങളുണ്ട്, വേണ്ട ആളുകൾക്ക് അവിടെ വീടുകൾ ലഭിച്ചിട്ടില്ല, അവർ ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നുള്ള വിഷയങ്ങളുണ്ട്. അതൊക്കെ ജില്ലാ ഭരണകൂടവും അവിടുത്തെ ലോക്കൽ സബ് ഗവൺമെന്റും ചേർന്ന് വീണ്ടും ചെക്ക് നടത്തി വീണ്ടും പരിഹരിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഈ ലിസ്റ്റ്, അതായത് പഞ്ചായത്തിനുള്ളിൽ ആളുകളുടെ ലിസ്റ്റ് കിട്ടിയിട്ടാണ് PDNA റിപ്പോർട്ടിന്റെ ഫണ്ട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇത് തീർത്തും ബാലിശമായ കാര്യമാണ്. അത് മാത്രമല്ല, PDNA റിപ്പോർട്ട് വേണ്ടല്ലോ, ഇവിടെ IMCTയുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഭീമമായ തുക അനുവദിച്ച സംസ്ഥാനമാണ് മറ്റു സംസ്ഥാനങ്ങൾ. IMCT ഇവിടെ വന്ന് കണക്കെടുപ്പ് എടുത്തു കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് ഇതേവരെ ഫണ്ട് അനുവദിച്ചിട്ടില്ലല്ലോ. PDNA റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞു, ആ റിപ്പോർട്ട് വന്നിട്ടും ഫണ്ട് അനുവദിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ ഒരു ലോൺ കൊടുത്ത് മറ്റ് റോഡും അതുപോലെ തന്നെ 2 ബിൽഡിംഗും പണിയാൻ ലോൺ കൊടുത്തു എന്നും പറഞ്ഞ് അതിന്റെ പേരിൽ വയനാടിനെ ഞങ്ങൾ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അത് തീർത്തും ബാലിശവും കള്ളക്കളിയുമാണ്. സംസ്ഥാന സർക്കാർ തീർച്ചയായിട്ടും ഇവർ തരാൻ നിൽക്കേണ്ട ഔദാര്യത്തിന് നിൽക്കേണ്ടത് ഒരു വലിയ വാഗ്ദാനം നൽകുക മാത്രമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഈ പണം ചെലവഴിക്കാനുള്ള സമയം പോലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സംസാരിച്ചു വന്നപ്പോൾ തിരുവനന്തപുരത്ത് മാരാർജി ഭവൻ അരിസ്റ്റോ ജംഗ്ഷനിൽ BJPയുടെ സംസ്ഥാന കാര്യാലയമാണ്, ഒരു 8 നില കെട്ടിടമാണ് എന്ന് കേൾക്കുന്നു. 7 വർഷം കൊണ്ടാണ് അതിന്റെ പണി ഏറെക്കുറെ പൂർത്തീകരിച്ചിരിക്കുന്നത് പറഞ്ഞു, ഒരൊറ്റ കെട്ടിടം പൂർത്തീകരിക്കാൻ. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ അങ്ങനെ 45 ദിവസം കൊണ്ട് ഒരു മേഖലയാകെ പുനർനവീകരിക്കാനുള്ളൊരു സംവിധാനം ഈ പറയുന്ന അറിയാമെങ്കിൽ പറഞ്ഞു തരണം എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ആ കെട്ടിടത്തിന്റെ കണക്ക് കേൾക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഒരു സംസ്ഥാനത്ത് ഏറ്റവും വലിയ ദുരിതമുണ്ടായ മേഖല പുനർനവീകരിക്കാൻ 45 ദിവസത്തെ സമയം വെച്ചൊരു ഫണ്ട് അനുവദിച്ചു കിട്ടിയിരിക്കുന്നത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.